നമ്മുടെ മെസ്സിനെ മിസ് പെനാൽറ്റിന്ന് വിളിച്ച് കളിയാക്കള ചങ്ങായത്. ഓൻ പുറത്തേക്ക് അടിക്കണം. ഓനെ കൊണ്ട് ഇത് പുറത്തേക്ക് അടിപ്പിക്കണ റബ്ബേ. ഔത്ത് കടിച്ച പടച്ച റബ്ബേനെ എന്നെ കൊണ്ട് തടുക്കാൻ കഴിയില്ല. റബ്ബാണ് 5 നേരം നിസ്കരിച്ചോളാം. വെള്ളിയാഴ്ച റിലീസ് പടം ജുമാ ഒഴിവാക്കി പോവില്ല കാണാന്. കുറച്ചോനെ പുറത്തേക്ക് അടുപ്പിക്കണേ. പുറത്തേക്ക് പ്ലീസ്. പുറത്തേക്ക് അടുപ്പിക്ക. പൊടച്ചോനെ ഇങ്ങള് കാത്തോളി. കുടിച്ചാങ്കുടിക്ക് ഗ്ലൂക്കോസും വെള്ളോ മഴ പെയ്ത് പുയ വെള്ളം കരകവിഞ്ഞൊഴുകുമ്പോൾ പുയവാക്കിരുന്നവർ പയം പൂയുങ്ങി. അങ്ങനെ പുയുങ്ങിയ പയം തിന്നിട്ടവർ പൂയങ്ങി. പാത്രക്കണ്ണോണ്ടപ്പം ചുട്ടപ്പം കരിഞ്ഞു പോയി. വന്ന മാപ്പള തെറ്റിപ്പോയി. ബാപ്പൂട്ടി തീപ്പട്ടി മേപ്പട്ടെറിഞ്ഞപ്പോ തീപ്പട്ടി വീണത് മേപ്പടിമേ. തിരിപ്പട്ടി എടുക്കാനായി ബാപ്പൂട്ടി എണിച്ചപ്പോ ബാപ്പൂട്ടി വീണത് മർപ്പടിമേ. അധ്വാനം ആരോഗ്യം സമ്പത്ത് സമത്വം സ്വാതന്ത്ര്യം വിപ്ലവം പോരാട്ടം ഹേ കാക്ക കൊട്ടേലെന്താണ്? പൗത്തമാങ്ങ റുപ്പിക്ക് 2 മാങ്ങിക്കു മോനെ തൊള്ളക്ക് ചാതാണ്. മാണ്ട കാക്ക പള്ളക്ക് കേടാണ്. ബസീർ ബസാനി നാസർ നാസാക്കി ശരീഫ് ശരിയാക്കി ചാത്തപ്പൻ ചാട്ടാക്കി. ഓല തൊടിയിലോർ ഓല വീണ് ഓല് പറഞ്ഞാൽ ഓലതാണെന്ന്. ഓലെടുത്തോട്ട ഓല സിറഫ് മോനെ ചായ കുടി ചായൻ്റൊപ്പം ബീഡി വലി. ഉമ്മാക്ക് കാലും നീരാണ് പാപ്പാക്ക് കോഴിക്കോട്ട് പേപ്പറടി. ഇരിക്കാം കുടുകുടു 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 ഇരിക്കാം കുടുകുടു 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 കുടുകുടു. അസ്സലാമു അലൈക്കും. ഞാനിന്ന് സുബൈ
ഇവിടെ നിന്നങ്ങ് ചിലവാക്കാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ സ്ഥിരം ജനാലുണ്ടല്ലോ, അവിടുന്ന് ആൾക്കാർ ഈ ലൈറ്റ് ഓണാക്കി ഉണരുന്നതും ടോർച്ച് അടിച്ചും ബൈക്ക് ഓടിച്ചൊക്കെ പള്ളിയിലേക്ക് വരുന്നത് ഒന്നും കാണാൻ പറ്റൂല. കാരണം ഇവിടേക്ക് ഒരു പോസ്റ്റർ ഒട്ടിച്ച് വെച്ചത് കണ്ടില്ലേ? പഞ്ചായത്ത് ഇലക്ഷൻ ആണോല്ലോ ഈ മനുഷ്യന്മാരുടെ ഓരോ ഏർപ്പാടുകളെ. ദാ അബൂബക്കർ മൗലവി എണീറ്റു. ദാ വന്നോളി, തുണിയും കുപ്പായൊക്കെ എടുത്തോളി. ഇനി മൂപ്പര് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് ഒലുവെടുത്ത് ബാങ്ക് കൊടുക്കും. അതെ, ഈ അബൂബക്കർ മൗലവി ബാങ്ക് കൊടുത്താലേ ഈ തോട്ടിൻ്റെ അക്കരെ ഗ്രാമത്തിൽ സൂര്യൻ ഉദിക്കുള്ളൂ. അല്ലെങ്കിൽ അന്നേ ദിവസം സൂര്യൻ തന്നെ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ ഓരൊലക്ക മത്തച്ചാല. ആരെ ഇപ്പം ഇത്ര നേരത്തെ? ബാങ്കും കൂടി കൊടുത്തിട്ടില്ലല്ലോ. ആര്? അയമോ? ഞമ്മളായമോ? ഹേയ്, അതാണ് ഞാനും ചോദിക്കണേ. ഓനാ? എനിക്ക് പണ്ടേ സംശയമുള്ളതാ. എന്നാലും ചെങ്ങായി ഓനോ? യാക്കൂത്താ. അത് ആരൊക്കെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഒച്ചയും വെളിയിടുന്ന ആളാണ് യൂസുഫ്. ഓനെല്ലാ മഴക്കാലത്തും വലയും ചൂണ്ടലായിട്ട് ഇറങ്ങലുണ്ട്. പക്ഷെ ഇതുവരെ ഒരു മീൻ കുത്തിയിട്ടില്ല. ഇതാണ് ഈ ഉലകം ഇന്റർനെറ്റ് കാഫേയുടെ ഓണർ നസ്രു. ഈ മുത്ത് എങ്ങനെയാണ് നാനോ കാർ വാങ്ങിയെന്ന് പിന്നീട് പറയാം. പിന്നെ വെപ്രാളം ആശിക്ക്, ഓനാണ് എല്ലാവരെയും മൂപ്പിച്ച് മീൻ പിടിക്കാൻ കൊണ്ടുവരിക. പക്ഷെ 5 മിനിറ്റിൽ മീൻ കിട്ടിയില്ലെങ്കിൽ ഓനൊരു ഇമ്പോർട്ടൻറ്റ് കോള് വരും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ബാക്കിയാവും. പിന്നെ അപ്പു എന്ന അഫ്താബും ഫൈസലും, ഇവര് സുജായികളാ. മറ്റുള്ളവർക്ക് മീൻ കിട്ടിയാൽ അത് ചുട്ടോ പൊരിച്ചോ തിന്നാം. ഇനി കിട്ടിയില്ലെങ്കിലോ ടൗണിൽ ഷവർമയും ബ്രോസ്റ്റും ഉണ്ടല്ലോ. പിന്നെ ആ വണ്ടി ഓടിക്കുന്ന ആളുണ്ടല്ലോ, ഓനാണ് അജ്മൽ. ഓനാണ് ഇവരെയൊക്കെ ഈ കഷ്ടപ്പാടിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത്. കാനഡയിൽ നിന്ന് വിമാനം കയറി വന്ന ഓൻ നേരെ വാണിയമ്പലത്ത് പോയി 100 വിത്ത് മീന വാങ്ങി. എന്നിട്ട് മൈനിങ് നിർത്തിയ സ്വന്തം കോറി കൊണ്ടുവന്നിട്ടു. പിന്നെ അവർ തന്നെ അതിന് തീറ്റ കൊടുത്ത് വളർത്തി അവർ തന്നെ ചൂണ്ടയിട്ട് ലാവിഷായി ജീവിക്കുന്നു. അല്ല, ഇതൊക്കെ പറയാൻ ഇജാരാ? എന്നാ ഇക്കാരെ നിങ്ങൾ ആലോചിക്കണ്ടാവുക അല്ലേ? ആരെയാണ് പടച്ചോൻ ഈ വിളിക്കുന്നത്? അല്ലയോ രണ്ടു കൂട്ടരെ എന്നാ പടച്ചോൻ പറയണത്? അതിലൊന്ന് നമ്മള് മനുഷ്യന്മാരാണ്, രണ്ടാമത്തതാരാ? അതാണ് സഹോദരങ്ങളെ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ജിന്ന് വംശം. ആ മൗലവി പ്രസംഗിക്കണില്ലേ എന്നെ കുറിച്ചാ? ഞാനാണ് ജിൻ. ജിൻ ആസ് ഇൻ ജാങ്കോ ഡി കാര്യാക്കൂല. ഞാൻ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ അല്ലേ? കവലയായ കവലയിലൊക്കെ ഞാനും എൻ്റെ സുഹൃത്തുക്കളുമാണ് ചർച്ചാ വിഷയം. പോസ്റ്ററൊക്കെയാണ് ഇവിടെ. എന്നാലും വണ്ടി ഇപ്പം എങ്ങടെ പോണ്? ഹൈ, എങ്ങനെ അറിഞ്ഞ്? എന്നാലും ആ ചെങ്ങായി, ഹൈ ഹൈ, എന്താ അജ്മല എൻ്റെ അഞ്ചൻ്റെ കഥ? ഹൈ, അല്ല അന്നോടിപ്പം എന്താ പറയാ? ഫൈസലാക്കാനൊക്കെ അറിയണത് ഓൻ തന്നെയാണ്. ഫൈസലാക്കാനോടൊക്കെ പറഞ്ഞതേ തന്നെ. ഫൈസലേ എന്താ സംഭവം? ഇപ്പം ഇതന്നെ ഓൻ രാവിലെ വണ്ടിയായിട്ട് പോവും, കോഴിക്കോട് നിന്ന് പെണ്ണെ കയറ്റും. പിന്നെ ഓൻ്റെ ചെങ്ങായിമാരെല്ലാം അറേഞ്ച് ചെയ്തേക്കണ്. എന്തിന്? രജിസ്റ്റർ ചെയ്യാൻ. ഓൻ എവിടുക്കാ പോയിക്കണെന്ന് ഓൻ ഫൈസലാക്കാനോട് പറഞ്ഞിക്കണ്. പക്ഷെ ഫൈസലാക്കാതെ നമ്മളോട് പറയില്ലേ? ആ, അതാണ് ഇപ്പൊ മനസ്സിലാവത്തേ. അത് പറയാണ്ട് നമ്മളിപ്പോ എങ്ങട്ടാ പോവാ? എന്താ പറയാത്ത എന്റെ ഫൈസലാക്കാ? അയിമതിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, ഓനെ എനിക്ക് ചതിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറഞ്ഞു? ചങ്ങായി, എടോ മൂപ്പർക്ക് അജിക്കാക്കിനെ ചതിക്കാൻ പറ്റില്ലല്ലോ, കാരണം അജിക്കാക്കി മൂപ്പരെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? അപ്പൊ കഥ അല്ല വയസ്സിലാക്ക, ആ, കേൾവി. ശരിക്കും അഹമ്മദ് നിങ്ങളെ ഫ്രണ്ടാണോ അതോ ഫ്രണ്ടിന്റെ ബ്രദറാണോ? രണ്ടാൾ എനിക്ക് ഫ്രണ്ടും ഫ്രണ്ടിന്റെ ബ്രദറും ആണ്. അത് നിങ്ങൾ പറയാതെ നമ്മളെ കാര്യം നടക്കൂല ഫൈസലാക്കാ. ഞമ്മക്കോനെ പിടിക്കണ്ടേ? നമ്മളിത് എങ്ങോട്ടെന്ന് വിചാരിച്ചിട്ടേ പോണ്. അതിന് ആരെങ്ങോട്ട് പോണ്?
ഞാന്മാര് കേസിനൊന്നും ആശിക ഞാൻ അപ്പളെ എന്നോട് പറഞ്ഞ എനിക്ക് വരാൻ പറ്റില്ലെന്ന്. വെറുതെ ഓരോരുത്തർ ഓറങ്ങണോടൊന്നും വിളിച്ച് വണ്ടി കയറ്റിയ ഇന്ന പേരെ കൊണ്ടാക്കി തന്നാളാ. ആശിക ഞാൻ പറഞ്ഞു എന്നോട് ഇത് നമ്മളെ സ്വകാര്യ പ്രശ്നമാണ്, എല്ലാരും കൂടി വഷളാക്കരുതെന്ന്. എടങ്ങേറാണ് ഇപ്പൊ എന്തായി? ആ വർത്താനം വേണ്ട വെച്ചമല്ലേ, മറ്റന്നാ ഇലക്ഷനാണ്. അന്റെ ഉമ്മാക്ക് വോട്ട് കിട്ടുന്ന അയമേനി ഉണ്ടാവൂല, പക്ഷെ എനിക്ക് എന്റെ സ്ഥാനാർത്ഥിക്ക് 4 വോട്ട് കിട്ടണം. അല്ല നേരത്തെ തന്നെ ചങ്ങായി പോയത്. യൂസ്ഫേ ഇജിതിന്റെ ഇടയിൽ രാഷ്ട്രീയം കേട്ടല്ലേ? ഇത് നമ്മളെ ചങ്ങായിമാരെ കുടുംബത്തിലെ പ്രശ്നമാണ്, അത് നമ്മളെയും കൂടിയും പ്രശ്നമാണ്. അതുകൊണ്ടല്ല അന്നെ കൊടുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ എവിടേക്കാച്ചാ പോയിക്കോളിയും, ഇന്നാക്കി തരീ. എനിക്ക് പോയിട്ട് പണിണ്ടേ. എന്നാ ഇച്ച ഇവിടെ ഇറങ്ങിക്കോ, ആകെ തരാനൊന്നും സമയമില്ല. ഓൻ പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ ഫൈസൽ പറയുന്നത്. ഇനിയും നേരെ വയ്ക്കാൻ പറ്റൂല. ചങ്ങ ഇന്നെ എവിടുന്ന് എടുത്തിച്ച് അവിടെ തന്നെ കൊണ്ടാക്കി തരേണ്ടി വരും, നിർബന്ധമാണത്. വല്ലാത്തൊരു വണ്ടിയും വലി. ഇജ് വെറുതെ ഇടങ്ങറാക്കല യൂസ്ഫേ. എന്തിറങ്ങറ്? ആരിറങ്ങറ്? വെറുതെ മനുഷ്യൻ ഓർമ്മ വിളിച്ചിട്ട് നിങ്ങളാണ് ഇറങ്ങറ്. ആശികേ ഇത് ഇജ്ജായിട്ട് ഉണ്ടാക്കി ഇടങ്ങേറാണ്, ഇജ്ജ് തന്നെ തീർത്തല. ഓൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഓന്റെ കജില്ലാത്ത കുപ്പായോ. അത് മോഡലുണ്ടെങ്ങായി മൂപ്പര് രാത്രി ഇടുന്ന മഞ്ഞ ടൗസറിലെ ഇതിലും റങ്കാണ്. ഈ ചങ്ങാതിക്കൂട്ടത്തെ മതരാഷ്ട്രീയ ചർച്ചകളൊക്കെ ഭിന്നിപ്പിക്കാറുണ്ടെങ്കിലും ഇവരെ ഒരുപോലെ ബാധിക്കുന്ന 2 ഘടകങ്ങളുണ്ട്: ഫുഡും ബോളും. ഫുട്ബോൾ. കൽവേ അനക്ക് പോയിട്ട് ഇപ്പൊ എന്താ പരിപാടി? എന്റെ സ്കൂള് വരെ ഞാൻ ഒഴിവാക്കില്ലേ? ഇത് വയനാട് കഴിഞ്ഞ ട്രിപ്പ് പോവാന്ന് വിചാരിച്ചിരുന്നു ഇവിടെ എനിക്ക്. വയനാടൊക്കെ ഞാൻ പോയതെങ്ങായി, വേറെന്തെങ്കിലും പറയും. ഇജ്ജ് വണ്ടി എന്താണ് നമുക്കൊരു തീരുമാനക്കാം. സൂബിക്കനുണ്ട് ചോറ, ഇറങ്ങി യൂസു. അത് മാത്രല്ല പിന്നെ എനിക്ക് വേറെ പണി തീർക്കാണ്ട്. മറ്റന്നാ ഇലക്ഷനിലെങ്ങായി പ്രചരണം കഴിഞ്ഞല്ലേ, പിന്നെന്താ? എന്നാലും പണിയുണ്ടല്ലോ. അതിനിവിടെ ബാവുണ്ട്, ചെറിയാപ്പുണ്ട്, മുസ്തഫ ഒക്കെ ഉണ്ട്. അത് ഇജ്ജില്ലെങ്കിലും നടക്കും. അത് മാത്രല്ല പീഡിയയിൽ ക്ലൈൻസ് വരും, ഞാൻ അല്ലെങ്കിൽ ഒന്നും നടക്കൂലെന്ന്. കൽബേ നിങ്ങൾ ഇന്റെ മുന്നിൽ വെച്ചിട്ടല്ലേ ഇജ്ജ് ജാസിഫിനെ എല്ലാം ഏൽപ്പിച്ചത്? ആ വർത്താനം വിട്ടാളാ, അനക്ക് ഒരു തിരക്കില്ല. ഇജ്ജ് വണ്ടി കയറി. നിക്ക എന്നാലേ ഞാൻ വേറെ പറയാം. എന്നാ പറയ്. അത് എന്നെ കൊണ്ട് പറ്റൂലെന്ന്. നോക്കിയാ ഇതിപ്പോ കോഴിക്കോടേക്ക് ഒരുമിച്ചൊരു പോക്ക്. നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മോട്ടലത്തെ ചോറും മീൻ ഫ്രൈയും തിന്നിട്ടില്ലല്ലോ ഇജ്ജ്? ചോറ് മീൻകറിയൊന്നും പറ്റൂല. പിന്നെ ബോംബെ ഹോട്ടലിലെ ബീഫ് ബിരിയാണി തന്നെ വേണം. അടിപൊളി ബിരിയാണി ആയിക്കോട്ടെ. അല്ല അതിനുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മള് രാവിലെ കട്ടൻ ചായ കൂടെ കുടിക്കാതെ വന്നിക്കണേ. അപ്പൊ എത്ര നേരത്തേക്കുള്ള പരിപാടി എങ്ങായി? കോഴിക്കോടനെ നിക്കാൻ പോവാ, അപ്പൊ അമ്മേനെ പിടിക്കണ്ടേ? അതുണ്ട്. അതന്നെ, അപ്പൊ ഓനെ പിടിക്കണ്ടേ? ഇപ്പൊ ഇജ്ജ് വണ്ടി നിക്ക് ഇനിയെന്താ? നിക്കേ, ഓനോട് പറയണം മര്യാദക്ക്. ഇജ്ജ് വാ. തന്താരൊക്കെ ഉണ്ട്. നോക്കിയാ ജോനോടൊന്ന് മര്യാദക്ക് പറയും. യൂസഫേ അന്റെ സഹായം വേണം. എൻ്റെ ഉമ്മാനെ വല്ലാത്ത അവസ്ഥയിലിട്ടിട്ട് ഓൻ മുങ്ങിയത്. ഓനെ പിടിക്കാൻ സഹായിക്കണം. അങ്ങനെ വൈക്കുവാ. പക്ഷെ എങ്ങനെ? ഓ എവിടേക്കാ പോയത്? പൈസല്ലേ ഇജാ പറഞ്ഞോണ്ടാ. ആയി ഞാൻ പറഞ്ഞു തരൂല. അതൊന്നും വേണ്ട. ഫൈസൽ ഓനെ ചതിച്ചെന്ന് ഓന് തോന്നണ്ട. അല്ല അതിപ്പോൾ ചതിയല്ലോ, അതെ ഓനെ രക്ഷിക്കാൻ കൂടിയല്ലേ ഒരു തെറ്റെന്ന്. എന്റെ പ്ലാനിങ് ഇതാണ്. എന്താ? ഓന്റെ കോഴിക്കോട്ടത്തെ ഫ്രണ്ട്സിനെ കൊലീഗ്സിനെയൊക്കെ അറിയാം. ഓൽക്കാർക്കെങ്കിലും അറിയാണ്ടിരിക്കൂലല്ലോ. അങ്ങനെ നോക്കാനാണെങ്കിൽ ഞാൻ കൊടുത്തേ. അല്ല അതെ ഓനെ പിടിച്ചെടുത്ത ഒരു ചെലവാട്ട മിസ്സാവണം. കൽവേ ഓനെ പിടിച്ച അജ്മലിന്റെ ചെലവ്, ഓനെ കിട്ടിയില്ലെങ്കിൽ ഓന്റെ ചെലവ്, രണ്ടാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. ബ്രദറിന്റെ ഫ്രണ്ട് കള്ള ബിരിയാണി കടിക്കാൻ എന്ത് ചെയ്യും? ഞങ്ങൾ ജിന്നുകളുടെ ഒരു തത്വമുണ്ട്. നല്ല മനുഷ്യരിലൂടെ നല്ല ചിഹ്നം, ചീത്ത മനുഷ്യരിലൂടെ ചീത്ത ചിഹ്നമായിരിക്കും. നമ്മുടെ നായകനുണ്ടല്ലോ അഹമ്മദ്, ഓന്റെ കൂടെ ഇപ്പൊ കൂടിയിട്ട് കുറച്ചായി. ഓൻ നല്ലവനാണോ ചീത്തവനാണോ എന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് ഞാൻ നല്ലവനാണോ ചീത്തവനാണോ എന്ന് അറിയാൻ. ഹലോ, ഇജ്ജ് റെഡി അല്ലേ? ഞാൻ റെഡിയാ. പക്ഷെ അനക്ക് പേടിയുണ്ടോ? പേടിയൊക്കെ ഉണ്ട്, പക്ഷെ നല്ല വാശിയുണ്ട്. പേടിക്കണ്ട, ഞാൻ പറ്റൂലേ. ഈ വേഗം വാട്ടോ, എന്റെ സിസ്റ്റർ ഇവിടെ ഉണ്ട്.
അജ്മലെ ഇവിടെ ചവിട്ടിക്കോ. ആ ശരിയാ, ഞാൻ മൂത്രം ഒഴിക്കാൻ മുട്ടിയൊക്കെ. അല്ല ഗെയിമർ ഇനിയിപ്പോ എന്താണ് സുബി നിസ്കരിക്കണ്ടേ? ഈ നേരത്താ? ഈ നേരത്തല്ല പിന്നെ രാത്രിയാ ഏതപ്പോ എപ്പോഴായാലും നിസ്കരിച്ചാ പോരെ ചങ്ങായി. അപ്പൊക്കെ ഓരോ കല്യാണം കഴിയില്ല ഗെയിമരെ. ചെറുക്കാണ്ട് നടന്നൂട്. പടച്ചോനുള്ള സമയത്ത് കൊടുക്കണ്ടേ നസ്രു? അല്ല അത് വേണോ? എന്നാലും കട്ടൻ ചായ കുടിച്ചിട്ട് നിസ്കരിച്ചാലും മതിയില്ലേ? അസ്സലാമലൈക്കും. വാലേക്കും സലാം. ഈ നിസ്കരിച്ചാണോ? യെസ്. ഇല്ല, ഞാൻ വണ്ടി ഓടിക്കാം. ഈ അല്ലേ നിസ്കരിച്ചു. നമുക്ക് പോണ്ട അവിടെ. എന്തേ പറയുന്നേ? അള്ളാഹിനെ പറ്റി ഒരു വിചാരമില്ലേ? നിസ്കരിച്ചിട്ട് പോയാ മതി. കണ്ടെങ്ങനെ ആൺകുട്ടികളായാലേ ഈ സമയത്ത് കളിച്ചാനാ പോവാ, വല്ലാതെ പുഗ്കൊൽത്താനല്ല. ഉറക്കത്തിൽ നീച്ച നേരെ കളിക്കാൻ വരാൻ വേണ്ടിയാ ഞാൻ ഈ ജേഴ്സിട്ട് കിടന്നത്. കണ്ടില്ലേ? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ അഹമ്മദ് ഫൈനൽ കളിക്കാൻ തിരിച്ചിട്ടില്ലേ? അതിന് ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ പ്രീമിയർ ലീഗിന്റെ ഫൈനൽ വരിക. എന്റെ പൊന്നാര ചെങ്ങായി, ഫൈനലിന് മുമ്പ് വന്നാലല്ലേ. എന്റെ ഫൈസൽ മാഷേ, നിങ്ങൾ ഇതൊന്നും ആലോചിക്കാണ്ടാണ് ഓനണ്ട് വിട്ട്. നിങ്ങൾ പറയണ കേട്ടാ തോന്നുന്നു ഞാൻ ഓനെ പറഞ്ഞേക്കുന്നു. ഞാൻ പറയണോ കേക്കണ്ടേ? അടക്ക്. ഓൻ വന്നില്ലെങ്കിലും ഇന്ത്യക്ക് ഒരു സാർ ഐഡിയ ഉണ്ട്. സോ ഡാനി ഫ്രം നൈജീരിയ. അഫ്താബേ, അന്റെ തമാശകളുടെ സമയമല്ലട്ടത്. ഏതാടപ്പോ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായല്ലോ യൂസ്ഫേ. ഫൈസലാക്ക, നിങ്ങളിത് കണ്ടില്ലേ? ഇഞ്ഞെങ്കിലും പറയും ഓൻ എങ്ങടാ പോയത്? ക്യാപ്റ്റൻ ഞാനാണല്ലോ. രാജാവിനേക്കാളും വലിയ രാജഭക്തി ഇവിടെ ആർക്കും വേണ്ട. പൊന്നാര ചെങ്ങായിമാരെ, ഓൻ കല്യാണം കഴിച്ചേ എന്താ ആയിക്കോട്ടെ, പക്ഷെ ഫൈനലിന് ഇവിടെ വേണം. അത്രേ ഉള്ളൂ. ചങ്ങായിമാരെ, ഇങ്ങക്ക് ഇതൊരു ഫുട്ബോൾ പ്രശ്നമായിക്കാരം. എന്നാ ഇങ്ങക്ക് അങ്ങനെ അല്ല. ആ പിന്നെ ഇന്ത്യയെ കിട്ടിയ ഓ ഫുട്ബോൾ കളിക്കാൻ ബാക്കി ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോളി. അങ്ങനെ പറയല്ലേ. വണ്ടി വിടി, നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഹലോ, അവിടെ രാവിലെ 8 മണിക്ക് എത്തേണ്ടത്, രാത്രിയല്ല. സോറി, ഇതെന്ത് പോക്കാണി പോണത്? അതിനെന്തിനാ ചൂടാവണേ? അനക്കനെ വാങ്ങി ഓടിച്ചാ പോരെ? തുടക്കത്തിലെ മൂഡ് ഓഫ്. You should have behaved yourself. സോറി, ഞാൻ ഓൾറെഡി ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അനക്കറിയാലോ. Who is not? അന്നെ കണ്ണും പൊട്ടി വിശ്വസിച്ചിറങ്ങാ. അന്റെ പ്ലാൻ എന്താന്ന് കൂടെ എനിക്കിതൊരു മനസ്സിലായിട്ടില്ല. അത് ശരി, അങ്ങനെ അനക്ക് വേണ്ടി ഈ പാടൊക്കെ പെടുന്നത്. എനിക്ക് വേണ്ടി നീ അങ്ങനെ ഒരു ത്യാഗവും ചെയ്യണ്ട. അനക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അനക്ക് ഇങ്ങനൊന്നും വേണ്ടതാണോ? അപ്പോ അനക്കെന്താ വേണ്ടേ? വേണ്ടെങ്കിൽ ഹോസ്റ്റലാക്കി പോയിക്കോ. ഫസൽ, എന്താ നമ്മൾ ഈ സംസാരിക്കണേ? എന്താ പ്രശ്നം? എനിക്കറിയില്ല. ഈനല്ലേ തുടങ്ങിയേ? ഓരിപ്പോ കാറിലെല്ലാം പ്രേമത്തിലായിരിക്കും അല്ലേ? പ്രേമിക്കുമ്പോഴാണെങ്കിൽ കണ്ണും കാണൂലല്ലോ. കണ്ണു കാണണ്ടോ വണ്ടി ഓടിക്കപ്പോ? ശരിക്കും അജ്മല, ഈ ചങ്ങളൊന്ന് പുറത്തേക്ക് വണ്ടി വലി. നിങ്ങളെ എല്ലാരെയും കൂടി ഞാൻ ചവിട്ടി പുറത്താക്കും കേട്ടോ. ഓക്കെ, എനിക്ക് മനസ്സിലായി. എനിക്കെന്നെ വേണം, എന്നെ നഷ്ടപ്പെടാൻ പറ്റൂല. അതിനും വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിലൊന്നാണിത്. ഓക്കെ, എനിക്കും അങ്ങനെ തന്നെയാ. എന്നാ പിന്നെ ഞാനിത് വെച്ചോട്ടെ.
പ്രസാദേ പറയടാ. നീ പറഞ്ഞ ആ പരിപാടി ഇന്നുണ്ടാ? ആ അഹമ്മദ് ആടുന്ന് പുറപ്പെടുമ്പോഴേ എന്നെ വിളിച്ചതാ. ആ പറയുമ്പോ നമ്മള് കണ്ണൂക്കാർ വെട്ടിന്റെയും കുത്തിൻ്റെ ഒക്കെ ആൾക്കാർ. ഓനൊക്കെ കല്യാണം നടത്തി കൊടുക്കാൻ നമ്മൾ വേണം. ആ നിനക്കെന്നാ പ്രശ്നം എന്നറിയാവോ? അങ്ങനെ മുഴുവനായിട്ടൊന്നും അറിയില്ല. ഓൻ ഇന്നലെ രാത്രി വിളിച്ചിട്ട് സെറ്റപ്പ് ആക്കാൻ പറഞ്ഞു. ഓന് പ്രേമമുള്ള കാര്യം തന്നെ ഞാൻ അപ്പോഴാണ് അറിയുന്നത്. നിനക്ക് ആ പെൺകുട്ടിയുടെ പേരങ്ങ് അറിയോ? ആ ഇല്ല. എടാ നീ വെറുതെ ചൊറക്ക് നിൽക്കറ്. കാരണം ഇപ്പൊ പ്രശ്നമാണ് പത്രക്കാർ. പിന്നെ കേന്ദ്രത്തിൽ ആരാ നിനക്ക് അറിയാലോ. നീ പത്രം വായനയൊക്കെ നിർത്തിയിട്ട് ഫേസ്ബുക്കിൽ കയറി നോക്ക്. അപ്പം നിന്റെ സംശയവും മാറും. ആ ഞാൻ വരാം. പക്ഷെ വേറെ കാര്യമുണ്ട്, എന്നെ പെട്ടെന്ന് വിടണം. എനിക്ക് ഇലക്ഷൻ വർക്കിന് പോകാനുള്ളതാ. ആടാ നീ ആ ചാച്ചിനെയും കൂടെ വിളിക്കേ. ആ ഓക്കെ. എണ്ണ അടിക്കണം. ആ അടുത്ത സ്റ്റേഷൻ അടിക്കാലോ. ഡെയിലാകെ 500 രൂപ കേട്ടാ. വാട്ട്? ഇന്ത്യയിലാകെ 200 രൂപ കാണൂ. സാലറി ഇതുവരെ കിട്ടിയിട്ടില്ല. എപ്പോഴും ഇങ്ങനെ റെസ്പോൺസിബിൾ ആണ്. എന്താ ഇറസ്പോൺസിബിൾ? ഞാനാണോ ഈ ആണോ ഇറസ്പോൺസിബിൾ? എന്നേക്കാൾ കൂടുതൽ വരുമാനം എനക്കല്ലേ. അപ്പൊ എനക്കല്ലേ കൂടുതൽ റെസ്പോൺസിബിലിറ്റി. എനിക്ക് കിട്ടുന്ന വരുമാനം എനിക്ക് കടന്നു തീരേ ഉള്ളൂ. ഓക്കെ, ഇനി വേറെ മാർഗം ഉണ്ടോ നോക്ക്. ഞാൻ വാപ്പാന്റെ ATM കാർഡ് എടുത്തതാ. പക്ഷെ പിൻ നമ്പർ തെറ്റി കാർഡ് ബ്ലോക്കായി. വാപ്പാന്റെ ATM വെറുതെ എന്നെ കെട്ടിച്ചോടെ ഉദ്ദേശിച്ചില്ലെന്ന് വാപ്പ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ വാപ്പൻ എന്റെ ചെലവ് നോക്കേണ്ടി വരുമല്ലോ. കാറാരാ കൊണ്ടുപോയത്? നോക്കിയാ കാർ അവിടെ. ആ പച്ചക്കാരൻ ഞങ്ങളടുത്തുണ്ട്. അത് അവന്റെ അടുത്താ. ഓൻ എങ്ങട്ടാ പോയത്? എങ്ങട്ടാന്നറിയില്ല, കോഴിക്കോടുണ്ടാവും. അവിടുന്ന് എങ്ങട്ടാ പോണെന്നറിയില്ല. ഞങ്ങൾ പോനെ പിടിക്കാൻ പോവാ. പിടിക്കാനോ? ആ ഓൻ പ്രേമിക്കണ കുട്ടീനെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാണ്. രജിസ്റ്റർ ചെയ്യാനോ. ഫൈസലാക്കാണ് പറഞ്ഞത്. എന്റെ പാര ഉള്ളത്. ഞങ്ങളിപ്പോ ഞാന്, ആഷി, പിന്നെ ഫൈസലാക്ക, അജുക, നസ്രു, പിന്നെ യൂസു. അല്ലാതെ എത്ര ആളുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ ബോംബെ ഹോട്ടലിൽ 2 മാച്ച് അടുപ്പിക്കേണ്ടി വരും കേട്ടോ. ഐം സോറി. ഞാൻ അപ്പത്തെ ദേഷ്യത്തിൽ പറഞ്ഞോയതാ. ഈ ആരെയും വിളിച്ചു നോക്ക്. ഫോൺ തിന്നപ്പത്. പൈസ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് റോഷൻ ഏലിയാസ് കുഞ്ഞാണി വണ്ടിയേ. എങ്ങോട്ടേ പോണേ? ആ പറയ റോഷൻ. എന്താ റോഷൻ? ഞാൻ കൊണ്ടുവരണോ? വേണമെങ്കിൽ ബസ് കയറി വരാ. അതല്ല, ജി ഓരോടൊപ്പം തന്നെ നിക്ക്. എങ്ങനെങ്കിലും ആ വണ്ടി കണ്ടുപിടിക്കാൻ നോക്ക്. ഏയ് നിങ്ങളിപ്പോ എന്നെ പറഞ്ഞേ. അപ്പൊ ഞാനവിടെ ക്യാമ്പയിനിങ് മാണ്ടേ? മാണ്ട. ആ വണ്ടിയിലൊരു സാധനം ഉണ്ട്. അത് ഞാനല്ലാതെ വേറെ ആരെങ്കിലും കണ്ട പ്രശ്നമാവും. എന്ത്? ഞാൻ ഇന്ന് അനക്ക് തരാന്ന് പറഞ്ഞ സാധനം. എന്റെ അമ്മ. ആ വെച്ചോ, ആർക്ക് സംശയം തോന്നണ്ട. എടാ നിങ്ങൾ വണ്ടി വിടും. നമുക്ക് എന്താ ഓവറാക്കണേ? പിന്നെ എന്തിനാ ജിന്നോട് എനക്ക് ഈ ഒരു കാര്യത്തിന് ഇറങ്ങിട്ട് പോ. റോഷൻ എന്താ പറഞ്ഞേ? അത് ഞങ്ങളുടെ പാർട്ടി ഓരോ കാര്യങ്ങളാ. ആ ഇതാണല്ലേ. അല്ല ജുക, റോഷൻക്ക് വണ്ടി ചോദിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മള് പോണത് ഓൽക്കൊന്നും അറിയില്ലല്ലോ. ഇനിയിപ്പോ ഇപ്പൊ ആപ്പാപ്പാരെ വിളിച്ച എന്താ പറയാ? ഓല് വിളിക്കുമ്പോഴല്ലേ അപ്പൊ നോക്കാം. എന്താ ചെയ്യാ? ബേജാറാവണ്ടോ, നമുക്ക് നോക്കാം. കാര്യമൊന്നും അറിയാണ്ട് ബാവൊക്കെ പാട്ടും പാടി ഓടുക. മൂപ്പര് ഒരു സോഷ്യൽ പ്രവർത്തകനും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നാട്ടുകാരൊരു പേര് ഇട്ടിട്ടുണ്ട്, സൂയിപ്പനാജിന്ന്. ദാ കണ്ടില്ലേ? എന്താ പറ്റിയേ? എങ്ങട്ടാ പോണേ? പിന്നെമാരെ മുട്ടളിക്കണേ. നിലമ്പൂർ ദാവിന്റെ അടുത്ത് കൊണ്ടുപോവാ. എന്നിട്ട് നിങ്ങൾ ബൈക്കിലാ പോണത്? നിക്ക് ഞാൻ കുടിപ്പോ കാർ എടുത്തിട്ട് വരാം. ഓനൊന്ന് ഇറക്കിക്കാ.
റോഷ വണ്ടികളൊക്കെ എവിടെ? ആശി കൊണ്ടുപോയെന്നാ തോന്നുന്നു. എങ്ങോട്ട് അറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ഇന്നിമാൻ ആശുപത്രി കൊണ്ടുപോകണല്ലോ. എന്റെ ഫോൺ കൊണ്ടുവന്നാ അജ്മലാക്ക ഉപ്പേണ്. ഇനിയിപ്പോ എന്താ പറയാ പഠിച്ചോനെ? ഇങ്ങോട്ടാ ഞാൻ പറയാം. ഞാൻ അജ്മലാണ് മൂത്താപ്പ. നിങ്ങൾ ആരൊക്കെയാ ഉള്ളത്? എങ്ങട്ടാ? അത് മൂത്താപ്പ അയിമത് പോയിക്കണ്. ഓനെ പിടിക്കാൻ പിന്നാലെ ഇറങ്ങിയതാ. പിടിക്കാനോ? അത് ഓനോന്റെ മറ്റേ കുട്ടിയില്ലേ, ഓളെ കൂട്ടി രജിസ്റ്റർ ചെയ്യാൻ പോയിക്കണ്. ഞാൻ അപ്പോഴാ എന്റെ ബാപ്പാനോട് പറഞ്ഞതാ അത് തീരുമാനാക്കി കൊടുക്കാൻ. ഓൻ ബുദ്ധിമോശം കാട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു. അല്ല ഇജിപ്പോ എന്താ ചെയ്യാൻ പോണത്? ഓനെ പിടിക്കണം, അങ്ങനെ വിട്ടാ പറ്റൂല. എവിടേക്കാ ഓൻ പോയെന്നറിയോ? അറിയില്ല, കോഴിക്കോട് ഒന്ന് നോക്കണം. ഒരു ധാരണയില്ലാതെ പോയി സമയം കളയണ്ട. ഇജിങ്ങോട്ട് വാ, എന്റെ ബാപ്പാന്റെ അടുത്ത് പോയി കാര്യം പറയണ്ടേ? ഓനെ അങ്ങനെ വിട്ടാ പറ്റൂല മൂത്താപ്പ. ഞാൻ ഏട്ടനാണ്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ ബാപ്പാനോടൊന്ന് പറയാൻ നിൽക്കണ്ട. അതിനു മുമ്പ് എനിക്ക് തന്നെ അത് പരിഹരിക്കണം. ഇജോന്റെ ഏട്ടനാണെങ്കിൽ ഞാൻ ഓന്റെ ബാപ്പാന്റെ ഏട്ടനാണ്. എന്റെ അനുജനോട് എന്താ പറയണത് എനിക്കറിയാം. ഓരോരോ വല്യാണം കയറ്. വെറുതെ അല്ലടാ എന്റെ ബാപ്പാനെ നാട്ടുകാർ സൂയിപ്പനാച്ചെന്ന് വിളിക്കണത്. നിങ്ങൾ അങ്ങനെ ഞങ്ങളെ ഒപ്പനെ സൂയിപ്പാക്കൊന്നും വേണ്ട കേട്ടോ. മൂപ്പർക്ക് എന്താ കുഴപ്പം? നല്ല പേരല്ലേ? വെറുതെ പറയാണെന്ന്, അങ്ങനെ ഒരു പേരൊന്നുമില്ല. സൂയിപ്പനാജി. ഓനിഞ്ഞിങ് വരുന്നൊന്നുമില്ല. നിങ്ങൾ ഇതിൽ തന്നെ പോയിക്കോളി. ഞാൻ പറഞ്ഞില്ല എങ്ങായ സൂയിപ്പൻ സൂയിപ്പാക്കുന്നു. എങ്ങോട്ടേ പോണ്? തിരിച്ചു പോണം, ചില കാര്യങ്ങൾക്ക് തീരുമാനാക്കണം. വാട്ട്? എന്ത് കാര്യം? അപ്പൊ നമ്മളുടെ കാര്യോ? റോഷനിക്കാരെ കാണാതെ പറ്റൂല. ഇലക്ഷനെ ബാധിക്കുന്ന കാര്യമാണ്, എന്റെ ഉമ്മയെ ബാധിക്കുന്ന കാര്യമാണ്. ഇൻകൊണ്ട് ഉമ്മയും ബാപ്പിയൊക്കെ. ആദ്യം എന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്ക്, അല്ലെങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഒരു 2 ദിവസം കൂടി ഉണ്ടല്ലേ ഇലക്ഷന്. ശരി, നമ്മുടെ കാര്യം തീരുമാനിക്കാം അല്ലേ? ജ് ഭയങ്കര ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയില്ലേ? എന്റെ ഉർബിന്റെ വീട്ടുകാർ അറിഞ്ഞാലുള്ള അവസ്ഥ ഷാദിയൊക്കെ ഒന്ന് ആലോചിക്കായിരുന്നു. അപ്പോ അവളുടെ അവസ്ഥ ആലോചിക്കണ്ടേ? എന്റെ ഉപ്പാക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്തിനാ ചെയ്യാൻ നിക്കണേ? അവളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? എനിക്കറിയൂല. ഞാൻ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാ. ഉപ്പയമ്മയും വിളിച്ച് ഞാൻ എന്താ പറയണത് എനിക്കറിയൂല. ഇത് കരച്ചിൽ നിർത്ത് റസീന. മര്യാദക്ക് ബീഫ് വാങ്ങാൻ അറിയാത്ത ഓനാ കല്യാണം കഴിക്കണത്. ബീഫിനെ അധികാലം പ്രശ്നമാവാൻ സാധ്യതയില്ലെന്നാ പേപ്പർ വായിച്ചിട്ട് തോന്നണത്. നിങ്ങൾക്കിപ്പൊ ബീഫാ കുഴപ്പോ? ഓൻ എന്നെ ഈ അവസ്ഥയിലാക്കി പോയതോ? അത് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനി എന്ത് ചെയ്യുന്നു പറയേ? എന്ത് ചെയ്യാൻ? ഓനെ പെരേ കയറ്റൂല, അത്ര തന്നെ. അതൊന്നും കുഴപ്പമാവും തോന്നുന്നില്ല. ഓൻ എന്റെ പെരയിലല്ലേ പൊറുതി. ഇന്നലെ കളി കാണാന്ന് പറഞ്ഞല്ലേ വന്നത്. ഓന്റെ കളി. റസീന, ആരെങ്കിലും ചോദിച്ചാൽ അഹമ്മദ് പോയ കാര്യം പറയണ്ട. പിന്നെ ഹംസക്കുട്ടി വോട്ടുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിന്റെ മാനം കെടുത്തും. റോഷന്റെ കാര്യം ഞാൻ നോക്കാം. ഇജ്ജ് ജയിച്ചാലും തോറ്റാലും നമുക്ക് പ്രശ്നമല്ല. കുടുംബത്തിന്റെ അഭിമാനം പോകരുത്. കുഞ്ഞു, ഇജ്ജ് കുപ്പായം മറി ഇറങ്ങ്. നമുക്ക് ഈ കാര്യത്തിലൊരു തീരുമാനമാക്കാം. കുപ്പായം എന്തിനു മാറ്റണ്? പിന്നെ യൂണിഫോം ഇട്ടിറങ്ങണോ? വല്യമ്മ പെരുന്നാൾക്ക് വാങ്ങിച്ചെന്നാ അങ്ങനെ പറയല്ലേ? വേറെണ്ടോ? വേറെ ഇസ്തിട്ടതില്ലോ. ഇതൊക്കെ ഇലക്ഷൻ നിർത്തുമ്പോൾ ആലോചിക്കണം. ഇജ്ജ് വണ്ടി എടുക്ക്. ആദ്യം കുഞ്ഞുണ്ണിനോട് കാര്യം പറയാം, വല്യക്കനോട് പിന്നെ പറയാം. നമ്മൾ നോക്ക്, നമ്മൾ കല്യാണം കഴിക്കാനാണോ അല്ല ഡിവോഴ്സ് ചെയ്യാനാണോ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആണല്ലേ? എന്നാ പരാതി തീർക്കാം. നമ്മൾ എങ്ങോട്ടേ പോന്ന്? ചോദിച്ചിന് മറുപടി പറയേ. അവൻ നിർത്ത്. എന്താ എന്റെ ഉദ്ദേശം? ഹായ് സാഗരേട്ടാ, വാ. ഇതാണ് ആള്. അതെ, ഇതാ നമ്മുടെ ആള്. ഹായ്.
ആയിഷ എന്നല്ലേ പേര്? അല്ല ഷാദിയ. അല്ല പൊതുവെ അങ്ങനെയാണല്ലോ. ഇത് പ്രസാദ്, നമ്മുടെ അയൽവാസിയാണ്. LC സെക്രട്ടറി. ഇലക്ഷൻ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നിനക്ക് വേണ്ടി മാത്രം വന്നിരിക്കുക. LC സെക്രട്ടറി പറഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇത് ഷാജി. നിങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണല്ലോ. ഈ മതസ്പർദ്ധ വളർത്തുന്ന ഇത്ര യാഥാസ്ഥിക വേഷങ്ങളെ ഞങ്ങൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. എങ്കിലും ഇവൻ ഞങ്ങളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് തൽക്കാലം ക്ഷമിച്ചിരിക്കുന്നു. അത് നിർത്തടാപ്പ, കത്തലടക്കിയ ഭക്ഷണം കഴിക്കും. എന്നാ പാപ്പോ. അല്ല എന്താ അജ്മൽ എന്റെ പ്ലാന്? അറിയില്ല. എന്നാ നമുക്ക് 2 ടീമാവാം. ഇതെന്താ അപ്പൊ ഫുട്ബോൾ? കാര്യങ്ങൾ എളുപ്പമല്ലോ. ആ എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഞാനും ഫൈസലാക്കി യൂസർ ടീം, ബാക്കിയുള്ള നിങ്ങൾ ടീം. അങ്ങനെ ഇത് മുണ്ടായിരുന്ന അങ്ങായി. നോക്കി, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അന്റെ ഒരു സീരിയസ്. ആയിക്കോട്ടെ ആശിക്കേ. പക്ഷെ ഫൈസലേ, അൻ്റെയൊക്കെ ഞാൻ കുറച്ച് ഗൗരവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൻ എവിടെ ഉണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ ഈ ഇടങ്ങാറൊന്നുമില്ല. ജനെ നിർബന്ധിക്കില്ല അജ്മലെ. എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ടാണ്. പക്ഷെ എനിക്ക് അയ്മദിന്റെ അവസ്ഥയും മനസ്സിലാവും. അതാ പ്രശ്നം. എന്താ ചങ്ങായിമാരെ പ്രശ്നം? നൈശ്രീ കുട്ടിയോളന്മാർക്ക് അജ്മലെ പറഞ്ഞ എന്താണ് പരിപാടി? ഓളെ ഓഫീസ് ഹോസ്റ്റലും കണ്ടുപിടിക്കണം. പിന്നെ ഓളെ ട്വിൻ സിസ്റ്റർ ഇവിടെ ഉണ്ടാവും. ഓളെ കാണണം. അല്ല അപ്പൊ ഫൈസലാക്ക് എന്താ ചെയ്യാ? നിക്കോ അവന്റെ ഫ്രണ്ട്സിനെ അറിയാലോ. അപ്പൊ ഞാൻ നോക്കാം. എന്തൊക്കെ ചെങ്ങായിച്ച് നോക്ക്. ഫൈസലാക്ക നോക്കൂ. മൂപ്പര് നോക്കാ ചുക്കാക്ക. ചെങ്ങായി ഓൻക്കറിയണ കാര്യം ഓഞ്ഞ് എവിടുന്ന് കണ്ടുപിടിക്കാനാ? കൽബേ, അയ്മദിന്റെ ഫ്രണ്ടാ എനിക്ക് അയ്മദ് എവിടെന്നറിയും. പക്ഷെ അജ്മലിന്റെ ഫ്രണ്ടാ എനിക്ക് അയ്മദ് എവിടെന്ന് അറിയില്ലല്ലോ. അത് ശരിയാ. അല്ല അതന്നെ അല്ല മിസ്സേ. അജുക്കാക്ക നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണം. ഫൈസലാക്കനോട് ഞാനുണ്ട്. ഫൈസലേ, അഥവാ എൻ്റെ മനസ്സ് മാറുവാണെങ്കിൽ ഇതൊന്നും എന്നെ അറിയിക്കണേ. അജ്മലേ, മതി നിങ്ങൾ ഒരു സീരിയൽ ഇറങ്ങി അജ്മല അജുട്ടോ പോയിക്കോ. നല്ലോണം തെരഞ്ഞോട്ടോ ഞാൻ മുമ്പിൽ. ഒലക്കമ്മലൊരു സീരിയല്. അല്ല അജ്മലാക്ക, നിക്കാശിക്ക ഞാൻ ചോദിക്കട്ടെ. അല്ല നിങ്ങൾക്കുള്ള ഓഫീസ് ഹോസ്റ്റലൊക്കെ അറിയോ? അതന്നെ അറിയോ? അറിയൂല. പക്ഷേ കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ അവൻ്റെ 4 ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടിരുന്നു. ഒരു ഗഫൂർ മാഷ്, ഇവിടെ ഒരു കോളേജിൽ ലിറ്ററേച്ചറിന്റെ അച്ചോടിയാ. പിന്നെ കവി നിസാംക, പിന്നെ വെബ് ഡെവലപ്പർ മുഷീറും, പിന്നെ ഒരു ഹുദൈഫ്. അവസാനത്തെ 3 ആളും ഇവിടെ പ്രസ് ഫോറത്തിന്റെ ഓഫീസിലോ ക്വാർട്ടേഴ്സിലോ ഉണ്ടാവും. ഓലെ കണ്ടിട്ട് ഗഫൂർ ഖാന്റെ കോളേജിലേക്ക് പോവാം. കുഞ്ഞുണ്ണിയെ, ചെറിയൊരു പ്രശ്നമുണ്ട്. ആരാണ്? ആ യൂസു കിട്ടിയോ? ഫൈസല, ഞാൻ ബസ് കയറി കേട്ടോ. നിങ്ങൾ എന്താച്ചാണ് ചെയ്താലും ചങ്ങായിമാരെ. ഇക്ക് നാട്ടിൽ പോയിട്ട് 2 ഓട്ടുണ്ടാക്കണേ. ഒരു ചന്തക്കുന്ന്. 2 എണ്ണല്ലേ? എന്തായാലും കിട്ടണം എനിക്ക്. അങ്ങനെ നടക്കട്ടെ. ബാക്കി ഞങ്ങൾ നോക്കണം. എനിക്കറിയാലോ പോവാണ്. ഈ ഇഷ്യൂ രാഷ്ട്രീയപരമായി യൂസ് ചെയ്യരുത്. പോയിക്കോട്ടെ. ഓലെ നമുക്ക് നാളെ കാണേണ്ടതാ കേട്ടല്ലോ. എത്താപ്പാ ചെലന്റെ ഫൈസലെ ജിന്ന അങ്ങനെ കണക്കൂട്ടിക്കണേ. ആകെ ഞാൻ നോക്കിക്കോളാം. ശരി, നാട്ടിൽ കാണാം. അല്ല അതെ, ഞമ്മള് ശരിക്കും ഒന്ന് തരാൻ പോവാ. ഈ ജന്നെ കുറിച്ച് മനസ്സിലാക്കിയത് അജ്മൽ ഇത്ര സീരിയസ് ആയിട്ടൊരു കാര്യം വെച്ചിട്ട് പിന്നെന്തോ ഒലക്കാൻ ഞാൻ തട്ടി എടുക്കണം. തീരെ ഒരു കാലില്ലാതെ ചെക്കൻ. നമുക്കേ വളരെ സീരിയസ് ആയിട്ട് ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങിയാലോ? അങ്ങനെ എന്തെങ്കിലും പറയും. എന്നാലും എന്റെ ഫൈസലാക്ക വല്ലാത്ത ജാതി വലിയടങ്ങാറായി പോയിട്ടത്. ഞാനേ ഓനെ ഒന്ന് വിളിച്ചിട്ട് വരാം. ഫൈസലാക്ക പറഞ്ഞോളി. കൽവേ, കോഴിക്കോട് നല്ല ജ്യൂസ് ഇട്ടുന്ന കടകൾ ഏതൊക്കെയാ? കലന്തസിലുണ്ട്, ദിലീപന്റെ കട, പിന്നെ ഉണ്ണിയാട്ടുണ്ട്. അല്ല നിങ്ങളെന്താ കോഴിക്കോട്? ഞാനോ ഒരു പഠനമുണ്ട് ഇവിടെ. എന്തിന്? ഞങ്ങൾ എന്നെ തെരഞ്ഞൊന്നല്ലേ. ഞാൻ എങ്ങോട്ടാ പോയത്? ഇജന്റെ പെണ്ണെ കൊണ്ട് പോയില്ലേ എന്നെ പിടിക്കാൻ? ഇത് പണിയല്ലേ കാട്ടിയത്? എന്നിട്ട് എന്താ കിട്ടുമോ? എന്നെ പൊക്കാനോ? ജൗഡിയാ ഞങ്ങൾക്കറിയോ? എന്നാ കിട്ടിയ അപ്പൊ തന്നെ വിവരം തരണ്ടാ. ഇൻഷാ അല്ലാ. എന്നാ വെച്ചോ. സമൂസ രസേക്കാരം. ഞാൻ പറഞ്ഞ ആള് ഏതാ മോയന്തടിച്ചെടുക്കണ? ഇങ്ങോട്ട് സൈഡാക്കി വെച്ചിക്കാക്ക.
നീയാ പേടിപ്പിച്ച് കളഞ്ഞൂലോടാ. ഇന്ന് ആരൊക്കെ ഒന്ന് ചായ കുടിക്കുന്ന കരുതിയിരിക്കുമ്പോളാ വായോ. നിസാംക്ക, ഈ നമ്മളെ ഗഫൂർ മാഷ് നമ്മുടെ ഏവി കുഞ്ഞമ്മദിന് എന്ത് പറ്റി? എന്റെ മാതൃവിളക്ക് അത് വെച്ചിട്ട് അടിപൊളിയാന്ന് മൂപ്പര് പറയണ. മൂപ്പർക്ക് എന്താ വിവരണ്ടായി പോയാ? ഏയ് മൂപ്പരല്ല വിവരമുള്ള മനുഷ്യനല്ലേ? അപ്പൊ ശരിയായിരിക്കുമല്ലേ? ലക്ക 368 വെച്ച് ഇരുട്ട് പ്രകാശിപ്പിക്കുന്ന ടോർച്ച്. ഇതാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കവിത. നിസാംക്ക, ഇതേ വയസ്സാ, അടിപൊളിയല്ലേ? അതെ, അടിപൊളിയാണ്. ഈ ഹുദൈഫ എവിടെയുണ്ട്? അവനെ കുറിച്ച് എന്നോട് ചോദിച്ചു പോരുത്. എന്റെ കവിത വായിച്ച് വിമർശിച്ചവനാണോ അവൻ? അല്ല, നമ്മുടെ അഹമ്മദ് ഇപ്പൊ ഇവിടെ ഉണ്ട്. അവനെ കണ്ടിട്ട് ഒരുപാട് നാളായല്ല. അവന്റെ പ്രേമൊക്കെ ഇടം വരെ എന്തായി പൊളിഞ്ഞ? അതന്നെ, ഓളെ പരിചയപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓളുടെ ഓഫീസോ ഹോസ്റ്റലോ എവിടെയെന്നറിയാവോ? ഗഫൂർക്ക് അടുത്ത് ചോദിച്ചപ്പോരെ അവിടുന്ന് ഭയങ്കര ദോസ്തുക്കളാ. പോയി ചോദിക്കടാ. ഞാനെന്നാ ഇറങ്ങാം. നിക്ക് എന്റെ ഈ കവിതയിൽ പ്രസക്തമായൊരു ഭാഗമുണ്ട്. നിസാംക്ക, ഞാൻ ഇറങ്ങട്ടെ. ആ ചായയുടെ കട്ടിന് കാശ് കൊടുത്തിട്ട് പോടാ. ഇക്ക എത്ര? 20 രൂപ. വാങ്ങാൻ വരും. പറ്റിലെഴുതിക്കും. അതെ, എനിക്കിതുവരെ മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഈ അജുക്കിയും ഞമ്മളെ അഹമ്മദും തമ്മിൽ ശരിക്കും എന്താ പ്രശ്നം? അതെന്തറിയ ഈഗോ. ഈ പ്രശ്നത്തിന്റെ ഇന്ത്യ പാക് വിഭജനമായിട്ടുള്ള ബന്ധം നമ്മുടെ റോഷൻ കുഞ്ഞാണി കണ്ടെത്തിയിട്ടുണ്ട്. അഹമ്മദിന്റെ ഇടത്തെ പുരുകത്തിലെ മുറിപ്പാടിന്റെ ഗവേഷണത്തിലാണ് അത് കണ്ടുപിടിച്ചത്. 90കളുടെ ഒക്കെ ഒരു രണ്ടാം പകുതി ഈ വിൽസ് കപ്പാനന്തര ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലെ മാവൻ ചോട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. ആമിർ സുഹൈലും സയ്യിദ് അൻവറും ഒക്കെ സച്ചിന്റെ പെരുമയെ വല്ലാണ്ട് ചോദ്യം ചെയ്യുന്ന കാലം. അവിടെ തന്റെ ഉപ്പാന്റെ കൂടെ മാങ്ങ പറിക്കാൻ വന്ന കുട്ടിയായ അഹമ്മദിന്റെ നെറ്റിയിലേക്ക് ഒരു കരിങ്കൽ ബീമർ പതിക്കുവാണ്. ഞാൻ ആമിർ സുഹൈലല്ല, സച്ചിനാണ്. സച്ചിൻ സച്ചിനിസ്റ്റായ അജ്മലിനെ ആമിർ സുഹൈലിനെ വിളിച്ച അവന് സഹിക്കോ? എന്തായാലും ഏറുണ്ട് തല പൊട്ടിക്കണ്. പാപ്പാന്റെ തല്ലും കൊണ്ട് അജ്മലിന്റെ ചന്തിയും പൊട്ടിക്കണ്. ഏട്ടന്റെ അനിയന്റെ കാര്യം പൂര വെച്ചാണല്ലോ. അതിനൊരു കാര്യം അറിയോ? അനിയന്റെ ഫോണിൽ ഏട്ടന്റെ പേര് ഇപ്പോഴും സേവ് ചെയ്യുന്ന അമീർ സുഹൈൽ ഇപ്പോഴും. ചങ്ങായിന്റെ വേറൊരു കാര്യം അറിയോ? ഏട്ടന്റെ ഫോണിൽ അനിയന്റെ പേര് എങ്ങനെ സേവ് ചെയ്യണമെന്ന്? എങ്ങനെയാണ്? മറിയാശ്വര പോവാന്ന്. 36 സച്ചിനെ അറിയില്ലല്ലോ. അത് വിറ്റായിട്ടോ. നിങ്ങൾ കുറച്ച് നേരത്തെ രജിസ്റ്റാറെ കൊണ്ടുവരാൻ നോക്കപ്പാ. ആ പിള്ളേർ മലപ്പുറത്തുനിന്നേ വന്നിരിക്കുന്നു. എനക്കാണ് ഇലക്ഷൻ വർക്കിന് പോകണം. ഞാനിവിടെ ചൊറ പിടിച്ചിരിക്കുക. ഒന്ന് വേഗം നോക്ക് പ്ലീസ്. അഹമ്മദ്, എന്താ പ്ലാൻ? സാഗരയുടെ എന്താ പ്ലാൻ? പ്രസാദ് ഫോൺ ചെയ്ത് കഴിയട്ടെ, ഓനറിയാം. എന്തായി? ഈ പരിപാടി ഇപ്പൊ നടക്കുന്നൊന്നുമില്ല. കാരണം മൂപ്പർ കുറച്ച് സ്ട്രിക്റ്റാ. സമയമാകുമ്പോ വരാന്നാ പറഞ്ഞേ. സമയം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ഈ സമയം വളരെ ആപേക്ഷികമായൊരു പ്രതിഭാസമാണല്ലോ. ഈ ചെങ്ങായിക്കുന്ന പ്രസംഗിക്കാനും പോകണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? ഈടുന്നൊരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ. വെറുതെ നേരത്തെ പോയി ആടെ പോസ്റ്റ് ആകണ്ട. സാഗറെ, എന്നെ അടുത്ത് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ബോട്ട് ഓടിക്കാൻ പോകണം. അധികാരത്തിന് പ്രണയത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന പിന്തിരിപ്പിനാണോ പ്രസാദ് നീ? പാർട്ടിയോടാണ് പ്രണയം, പാർട്ടിയാണ് വലുത്. ഒന്ന് ചെറിയാക്കാട് പറ. തന്നെ സാഗരേട്ടാ നിക്കടാ, സമയമുണ്ടല്ലോ. പിന്നെ നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ഇന്നലെ ഫോൺ വിളിച്ചപ്പോഴല്ലേ ഈ ചുറ്റിക്കളി പറഞ്ഞത്. ആ കഥയുടെ പേരാണ് ഇഷ്കിന്റെ ഹക്കീകത്തും മുഹബത്തിന്റെ മുസീബത്തും. എന്ന് വെച്ചാൽ പ്രണയത്തിന്റെ യാഥാർത്ഥ്യവും മുഹബത്തിന്റെ ആപത്തുകളും. വാപ്പേന്റെയും ഉമ്മേന്റെയും ആഗ്രഹത്തിന് വഴങ്ങി
നമ്മുടെ നായകൻ ഹയർ സ്റ്റഡീസ് പഠിച്ച അറബിക് കോളേജാണിത്. ഇവിടെയാണെങ്കിൽ ഓൻ ഭയങ്കര ഇന്റലക്ച്വൽ ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ ആദ്യം ഓനെ കാണുന്നത്. ബാഗും തൂക്കി വന്നൂലേ? ബടവാ ലകാന അഷ്റഫ ഖൽഖില്ലാഹി ഇബ്ലീസു. അർത്ഥം വെച്ചാ സൽസവമില്ലാത്ത അറിവിന് എന്തെങ്കിലും ശ്രേഷ്ഠത ഉണ്ടായിരുന്നെങ്കിൽ പഠിച്ചവന്റെ ഏറ്റവും മികച്ച സൃഷ്ടി ഇബ്ലീസ് ആകുമായിരുന്നു. പണ്ഡിതനാണ് കേട്ടോ. ശരിയാടോ, അർത്ഥം പറഞ്ഞു ഇബ്ലീസു. ഓനെ ഇബ്ലീസ് എന്നാണ് അധ്യാപകരൊക്കെ വിളിക്കുന്നതെങ്കിലും ഒരു മെച്ചപ്പെട്ട ഇബ്ലീസ് ആണെന്നാട്ടോ എൻ്റെ അഭിപ്രായം. ഹായ്, ഇവിടെ ക്യാൻറ്റീനിൽ മാസത്തിലൊരിക്കലാണ് ബിരിയാണി കിട്ടണത്, അതും ഫ്രീ ആയിട്ട്. നമ്മുടെ അഹമ്മദാണെങ്കിലോ അതുപോലും കഴിക്കാതെ ദുഃഖിച്ചിരിക്കാടോ. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഒന്നാം ബിരിയാണി ദുഃഖം. ഈ പോക്ക് എനിക്ക് പരിചയമുണ്ട്. ഇത് നേരെ ലൈബ്രറിയിലേക്കാണ് ഇയാൾ പോണത്. ഓനിൽ എന്തെങ്കിലും നന്മ കണ്ടെത്താൻ കഴിഞ്ഞ ഒരേ ഒരു ഉസ്താദാണ് അലി ഉസ്താദ്. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഇന്നെന്താടോ പ്രശ്നം? ഈ ബിരിയാണി കഴിച്ചില്ലേ? ഇല്ല. ഇന്നലില്ല. അതിന് മാത്രം എന്ത് വലിയ പ്രശ്നം ഇവിടെ ഉണ്ടായത്? അതന്നെ പ്രശ്നം, ബിരിയാണി. തൊട്ട അയൽപ്പക്കത്ത് കിടന്ന ചുപ്രൻ പട്ടിണി കിടന്ന് മരിച്ച വാർത്ത രാവിലെയാണ് അഹമ്മദ് അറിഞ്ഞത്. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാ ബിരിയാണി കഴിക്കാൻ പറ്റാഞ്ഞെന്ന്? അതാണ് ഞാൻ പറഞ്ഞത്, ഓൺലി ഇബ്ലീസിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം ബിരിയാണി വന്നപ്പോൾ ഇതായിരുന്നില്ല കഥ. രണ്ടാം ബിരിയാണി ദുഃഖം. ഈ ദുഃഖത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ ഞാൻ വരെ വളരെ കഷ്ടപ്പെട്ടു. പിന്നെയാണോ അലി ഉസ്താദ്? ആ ആ പഠിച്ചോൻ കാക്കട്ടെ. ആ പോക്ക് കണ്ടാലേ എനിക്ക് മാത്രമല്ല ആർക്കാണെങ്കിലും തോന്നിപ്പോവും അതിന്റെ കാരണം ഒന്നറിയാൻ. ജി ഇന്നും ബിരിയാണി കഴിച്ചില്ലല്ലേ? ജി പറയടോ. അങ്ങനെയൊന്നുമല്ല ഉസ്താദ്, എന്താണെന്ന് മനസ്സിലാവണില്ല. ഇതിനു മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണോ? എപ്പോഴാ തുടങ്ങിയേ? അറിയില്ല, ഓർമ്മയില്ല. എടോ, ഈ വേദന എന്ന് പറയണതേ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സാധന. ചിലപ്പോൾ ഈ റൂമിയുടെ കവിതകൾ പോലെയാ. ചിലവർ അർത്ഥം മാറ്റി വായിക്കും. പേവ് പറ്റാതിരുന്ന ഇഷ്കിലെത്താം. പേച്ച മോഹബത്ത് തന്നെ ചെന്ന് ചാടും. അത് വേറെ ഐറ്റാ. അല്ല ഉസ്താദ്, ഇഷ്കും മൊഹബത്തും തമ്മിൽ എന്താ വ്യത്യാസം? അതിപ്പം ഇഷ്ക് എന്ന് പറഞ്ഞ നിസ്വാർത്ഥല്ലേ? മുഹബത്ത് എന്ന് പറഞ്ഞ സ്വന്താക്കാനുള്ള ആവേശ, അത് സെൽഫിഷാ. പറഞ്ഞതിന്റെ അർത്ഥം ഓനെ മുഴുവനായിട്ട് മനസ്സിലായില്ലെങ്കിലും ഉസ്താദ് കൊടുത്ത താക്കീതുകളൊക്കെ പാലിക്കാൻ പറ്റാഞ്ഞതും ഉസ്താദ് കാരണം തന്നെയാ. അപ്പോ ദീവാന് മജ്നൂന് ലൈല എന്ന് വെച്ചാ ലൈലാന്റെ പിരാന്തിന്റെ പാട്ടുപെട്ടി ആന്തോളജി. കൈസബിന് മുലവഹി എന്ന അയാൾ യഥാർത്ഥ പേര്. പക്ഷേ ലൈലാനോടുള്ള പിരാന്ത് പിടിച്ച പ്രേമം കാരണം ഇയാൾക്ക് കിട്ടിയ പേരാണ്
മജ്നൂന്, പിരാന്തൻ, പിരാന്ത് പിടിച്ച പ്രേമം എന്താ നിങ്ങൾക്ക് അറിയാലോ? ഞങ്ങൾക്ക് അറിയില്ല സർ. 4 കൊല്ലം പെൺകുട്ടികളെ കാണാതെ പഠിച്ച ഞങ്ങൾക്ക് അത് എങ്ങനെ അറിയാൻ പറ്റാ? ഇജിപ്പോ എന്താ വിചാരിച്ചത്? ആർക്ക് പ്രേമം പഠിക്കാനാ ലൈല മജ്നു പഠിപ്പിക്കണമെന്നോ? ഞാൻ പറഞ്ഞോടാ, അവൻ പണ്ഡിതൻ തന്നെ. ലോക ക്ലാസിക്കൽ എണ്ണപ്പെട്ടൊരു കവിത ഇത്. ഇതിന്റെ ഭാഷയും പ്രയോഗവും ഒക്കെ പഠിച്ചാ മതി. ഓന്റെ ഒരു പരാതിയെ. അപ്പോഴാണ് അത് സംഭവിച്ചത്. ആ ഒരു ജോഡി പെൺപാദം ക്യാമ്പസിൽ സ്പർശിച്ചതോടെ താഴെ വീണ കരിയിലകളൊക്കെ പഴുത്ത് തൊടുത്തു. ദാഹാർത്ഥരായ നൂറ്റിക്കണക്കിന് പുരുഷ ഹോർമോണുകൾക്ക് ജീവൻ വെച്ചു. പിന്നെ ഇവര് പോലും അറിയാതെ ആ ഊർജം വരുന്ന ദിശയിലേക്ക് യാന്ത്രികമായി ഈ തലകളൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു. പക്ഷെ ഉണ്ടല്ലോ, അഹമ്മദിന് മാത്രം ഭയങ്കര ഭയങ്കര ഭാരവും വിഷമവും ഒക്കെ. എന്താടോ, എന്താ എന്റെ പ്രശ്നം? സാർ, അഹമ്മദിനെ അലി ഉസ്താദെ വിളിക്കണോ? അഹമ്മദ്, ഇതാണ് ഷാദിയ. ഷാദിയ മൻസൂർ. വാലേക്കും സലാം. ആർക്കിടെക്ചറിന് പഠിക്കുകയാണ്. നമ്മുടെ റൂമി ഫെസ്റ്റിന്റെ വേദി ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഫാറൂഖ് മാഷ് സജസ്റ്റ് ചെയ്തതാണ്. നീ നമ്മുടെ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് വിശദീകരിച്ചു കൊടുക്ക്. ചെയ്യാം ഉസ്താദ്. സോ ഷാദിയ, അഹമ്മദിന്റെ കൂടെ പോയിക്കോളൂ. ഓൻ വെന്യൂ കാണിച്ചു തരും. താങ്ക് യു. അസ്തഗ്ഫിറുല്ലാഹ്. ഞാനങ്ങനെ പറഞ്ഞു. അതെന്ത് സാധനം? അസ്തഗ്ഫിറുള്ള. അസ്റഫുള്ള എന്ന് പറഞ്ഞ ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അള്ളാഹു എനിക്ക് പുറത്തു തരണേ. പക്ഷെ ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. അത് ആലോചിച്ച് ചിരിച്ചതാണ്. ഇവൻ പറഞ്ഞത് വേറെ അർത്ഥമാണ്. അതേത് അസ്തഗ്ഫിറുള്ള? ഇവന്റെ നാട്ടിലൊരു ജോക്കുണ്ട്. നോക്കടാ നോക്കടാ, ഒരാള് പോണ നോക്കടാ. വല്ലാത്ത ഹറാമിന്റെ നോട്ടം നോക്കുന്ന ഇങ്ങനെ വല്ലതും കണ്ട അസ്തഗ്ഫിറുല്ലാഹ് അങ്ങോട്ട് പറയാം. എന്താ പറയാ? അസ്തഗ്ഫിറുല്ലാഹ്. എവിടെ? പൈസലക്കാ, ഞാൻ ഒരു സത്യം പറയട്ടെ. പറ കൽബേ. പുറത്തേക്ക് ഞാൻ ഭയങ്കര കൂളാണെങ്കിലും അകത്തേക്ക് വെള്ളപ്പത്തിന് മീൻകറി ഇട്ടാത്ത അവസ്ഥയാണ്. ഇതാ മീൻകറി കിട്ടിയല്ലോ. അതല്ലാന്ന് പൈസലക്കാ. പിന്നെ ഏതാ? എന്താ ചങ്ങാൻ്റെ വിചാരം? നിങ്ങളുടെ ഇളാമാൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങളാരും വലിയ മൂത്താപ്പ കാരണം ക്യാമ്പയിൻ ഇറങ്ങൂല. പിന്നെ ഓനല്ലേ ഉള്ളൂ. ഓനല്ലേ ഇതൊക്കെ നോക്കണ്ടേ? അത് ഓൻ എന്നെ അറിയാലോ. ഓൻ അതിനുള്ള പ്ലാനും കണ്ടിട്ടുണ്ടാവും. അതിനുള്ള ബുദ്ധിയൊക്കെ ഓനുണ്ടോ? അങ്ങനെ വെച്ചാൽ ഞാൻ ഇപ്പം എന്താ പറയാ? അതിനുള്ള ബുദ്ധി ഓനുണ്ടെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിനെക്കാട്ടും വലിയ പ്രശ്നത്തിൽ ചെന്ന് ചാടും. ഏതാ ഇപ്പൊ വലിയ പ്രശ്നം? ആയി ശരി, ഈ ഒലക്കമ്മലത്തെ പ്രേമോ. ഇവിടെ എൻ്റെ ആശിക്കിൻ്റെ കല്യാണം വരെ ആയിട്ടില്ല. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടിയേ? അതിനിപ്പോ 2 വെള്ളാപ്പം. ഇക്കാരുണ്ട് വെള്ളപ്പം. ഫെസ്റ്റിവലിന്റെ ടൈറ്റിൽ ഉസ്താദ് പറഞ്ഞല്ലോ അല്ലേ? ഇല്ല. ഇല്ല, നൂർ കി ബാരിഷ്. അത് തന്നെയാണ് നമ്മുടെ ഡിസൈൻ്റെ തീം. എന്നുവെച്ചാ നൂർ കി ബാരിഷ് എന്ന് വെച്ചാൽ വെളിച്ചത്തിന്റെ മയ. ഓ, മയ എന്ന് പറഞ്ഞു കേട്ട് ചിരിച്ചതാണ്. ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞതാ. അല്ലെങ്കിലും മഴ മയേൻ്റെ ഒരു പര്യായം മാത്രമാണ്. ഓക്കേ, നോ ഒഫൻസ്. ഇറ്റ് ഈസ് എൻ ഒഫൻസ്. ചെറിയ പ്രശ്നമല്ല. എനിക്ക് ഇങ്ങനത്തെ ജസ്റ്റ് ടോളറേറ്റ് ഒരു ആവശ്യമില്ല. ഓക്കേ, ഐ എം സോറി. ഇവിടെ വെളിച്ചത്തിന്റെ മഴ എവിടെ പെയ്യണം? മയ. അപ്പൊ വെളിച്ചത്തിന്റെ മയ പെയ്യണം. മയ പെയ്യുമ്പോൾ അതിനുള്ളിൽ നനഞ്ഞിരിക്കുന്ന ഒരു ദർവിഷി കറങ്ങണം. ഓക്കെ. മയ പെയ്യുമ്പോൾ നിലം നനയല്ലോ, പക്ഷെ പറക്കരുത്. നമുക്ക് വേണമെങ്കിൽ ഇതിലൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചാല് കിട്ടാം. വേണമെങ്കിൽ ഇവിടെ ഒരു അണക്കെട്ട് കിട്ടാം. ഈ വെളിച്ചത്തിന്റെ അണക്കെട്ട്. എല്ലാം മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ മ്യൂസിക്. എന്താ ഇവിടെ പരിപാടി?
അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ഹായ് സർ, ഐ എം ഷാദിയ മൻസൂർ. ഷാദി മൻസൂറോ? ആർക്ക് മൻസൂർ? ഉസ്താദ് ഓലോളുടെ പേര് പറഞ്ഞതാ. മൻസൂർ അല്ല, മൻസൂർ. നസുറ യൻസുറു നസുറൻ മൻസൂറ. അല്ല, എന്താ പരിപാടി? നമ്മുടെ റൂമി ഫെസ്റ്റിന്റെ വേദി ഡിസൈൻ ചെയ്യാൻ വന്നതാ. അലി ഉസ്താദ് പറഞ്ഞിട്ടാ. ഈ സൂക്ഷിച്ചോ. ഒരു സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്കാവുമ്പോൾ മൂന്നാമത് വരുന്നത് പിശാചായിരിക്കും. 1 2 അല്ലോ. അഹമ്മദിന്റെ നമ്പറും തരൂ, അപ്പൊ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഷാദിയ റിസപ്ഷനിൽ വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കോളാം. എന്നിട്ട് നീ നമ്പർ കൊടുത്തില്ലല്ലോ. ഈ പൊട്ടാൻ്റെ ഒരു കാര്യം എടാ, എന്താ പ്രശ്നം അറിയോ? അവൾ നീ ഒരു പോങ്ങനെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ശരിക്കും ഇനിയും കൊടുക്കാലോ. അപ്പോ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ ഷാദി മൻസൂർ പറഞ്ഞല്ലേ? അല്ല, ഇനി എപ്പോ വരും? നാളെ വരും. മുത്തേ, അവള് നിന്നെ ഒഴിവാക്കിയല്ലേ? പോടാ. പിന്നെന്താ അവള് ലൈബ്രറിയിൽ ലാസ്കേടെ കൂടെ? ഇപ്പൊ അയാളാണോ കേട്? എന്താ ഇതൊക്കെ? ഹായ് അഹമ്മദ്, ഇത് ഇദ്ദേഹം തന്ന റെഫറൻസാ. അപ്പനെ വിളിക്കാറുന്നില്ലേ? അഹമ്മദിനെല്ലാം പരിചയപ്പെടുത്താന്നല്ലോ, പിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചു. എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇല്ല, അഹമ്മദിനെ വിളിച്ചിട്ട് ഞാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. നിങ്ങളെന്താ ഇവിടെ നിൽക്കണേ? എനിക്ക് ചില പുസ്തകങ്ങൾ വേണം. ആദ്യം നോക്കാൽ കുത്തി ഇടനെഞ്ചിൽ മുഞ്ചെത്തി, അതിലാണൊരുത്തൻ സുബർക്കം കണ്ടെത്തി. വേഗം അതിലൊരു സ്വപ്ന താജ്മഹൽ കെട്ടി. പൊട്ടിപ്പോയി സ്വപ്നത്തിൽ കിട്ടിയ താജ്, എന്നും മഹൽ പൊളിഞ്ഞവനെല്ലാം ഗതിവാകച്ചോട്. തകതന്തിന്നോ തന്നിന്നോ താനിന്നാനോ, തകതന്തിന്നോ തന്നിന്നോ താനിന്നാനോ. ജന്നത്തിൻ താക്കോലും തേടിപ്പോയി, ഞൊടി നേരത്തിൽ സുൽത്താന്റെ രാജ്യം പോയി. അഹമ്മദ്, അന്നയല്ലേ ഞാനിവിടെ സഹായിക്കാൻ ഏൽപ്പിച്ചത്? ഓൾക്ക് ഒറ്റയ്ക്ക് നോക്കാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ. ഇജ്ജ് ഫോൺ നമ്പർ പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞല്ലോ. 860685. അത് പിന്നെ കൊടുത്താൽ മതി. അത് പോട്ടെ, ആവശ്യത്തുള്ള റെഫറൻസ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു കെട്ട് കിതാബാണോ കൊടുക്കുന്നത്? അതിന് എന്തെങ്കിലും ഓക്ക് കിട്ടുമോ? ഇജ്ജ് ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ചില ആർട്ടിക്കിൾ കാണിച്ചു കൊടുക്ക്. ബാക്കി ഇജ്ജ് പറഞ്ഞു കൊടുത്താൽ മതി. അല്ലാതെ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഓക്ക് മനസ്സിലാക്കാൻ സമയം കിട്ടുമോ? ചെല്ല്. ഷാദിയ കൂടെ പോൻ സഹായിച്ചോളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ല. ഇനിയിപ്പോ എന്താക്കും? പരിപാടി ഉണ്ട് കൽവേ. എന്താണ്? നമ്മൾ ഈ റോഡ് വഴി ഏകദേശം ഒരു 800 മീറ്റർ പോകുമ്പോ അപ്പം നമുക്ക് ദാഹിക്കും. അപ്പൊ നമ്മൾ CH ബ്രിഡ്ജ് കാണും. അതിന്റെ മേലെ വാർത്താ സിനിമന്റെ പരസ്യം ഇപ്പോഴും മായാതെ കിടക്കണത് അതിന്റെ താഴെയുള്ള മിൽക്ക് സർബത്ത് കടയിൽ നിന്ന് നമ്മൾ ഒരു MS കുടിക്കും. അല്ല വയസ്സിലാക്ക, എന്താ കൽവേ? ശരിക്കും നിങ്ങളത് എപ്പോഴാണ് അറിയണത്? അങ്ങനെ ചോദിച്ചാ
ആ നമ്മുടെ ലേലത്തിനൊന്ന് തോട്ടിനഗര പ്രീമിയർ ലീഗിന്റെ ലേലത്തിന് ഓൻ വന്നിട്ടില്ലല്ലോ. ഇല്ല. ഓളെ കാണാൻ പോയതല്ലേ? യാ നമ്മളെ TPL ലേലത്തിനേക്കാൾ ഓന് വലുത് ഓളേനു. ആ ഈ കാണിച്ചു കൊടുക്കുന്നു. ഈ TPL കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഓന്റെ ഈ ഇടങ്ങേറുകൾക്ക് എപ്പോഴാ തുടങ്ങി അറിയിച്ചു? എപ്പോഴാണ് TPL നോട്ടീസ് ബോർഡിന്റെ മേലെ എന്റെ പാപ്പാക്കെതിരെ നോട്ടീസ് വന്ന് ഓർമ്മയുണ്ടോ? അന്നേനി ശരി. അതെ, മൊഹബത്തിന്റെ മിൽക്ക് സർബത്ത് ഏതാണ്ട് കുടിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ കുറച്ച് മുസീബത്ത് തരാം. വേണമെങ്കിൽ നമ്മുടെ കഥയിലെ വില്ലനാണെന്ന് പറയാം ഈ കത്തിന്റെ പുറകിലെ ആള്. ഡാക്കിന് വരണേ. എന്നെയും കുടുംബത്തെയും അപ്രഖ്യാപിത ശത്രുവായി കാണുന്ന സൂയിപ്പനാജി എന്ന് നാട്ടുകാർ വിളിക്കുന്ന നിലവിൽ വായനശാല പ്രസിഡന്റുമായ പുതിയ വീട്ടിൽ ബാബ വായിച്ചറിയുവാൻ വെറും വിനീതനായ ഒരു പൊതുപ്രവർത്തകൻ ഞാൻ എന്ന ഹംസക്കുട്ടി എഴുതുന്ന തുറന്ന കത്ത്. അസ്സലാമലൈക്കും. അതെ, എല്ലാവരും ഇങ്ങോട്ട് നോക്കി. നിങ്ങൾ ആ കത്ത് വായിച്ച് ബേജാറാവണ്ട. അതിലെഴുതിയ സാഹിത്യം പച്ച മലയാളത്തിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. മൊയ്തീനെ ഒരു ചായ കെട്ടെടുത്തോ. ഓനടിപ്പെടുത്തു. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ സുൽപ്പനും കൂട്ടും എന്റെ വാപ്പന്നെ അതവന്റെ ഇന്റെ മോൻ വാർഡ് മെമ്പർ സുൽപ്പിനെ തേജോപനം ചെയ്തുകൊണ്ടിരിക്കുക. അയ്യുണ്ടല്ലോ ഇവിടെ. അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിലും ചാലിയാർ പോയാലും മണൽ വാരലിലും ഇന്റെ മോൻ അഴിമതി കാട്ടിയെന്നുള്ള വ്യാജ ആരോപണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വരും. ഇതിനു മുമ്പും കല്ല് വെച്ച നുണ എന്റെയും എന്റെ കുടുംബത്തിന്റെ പേരിൽ വരും നയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ പിന്നിൽ എന്താണെന്ന് പറയുന്നത്, വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉള്ളിലിരിപ്പിടുന്നുള്ള കാര്യം നിങ്ങൾ ആരും മറന്നല്ലായിരുന്നു. അതുവഴി പഞ്ചായത്തിൽ നിന്ന് സ്വന്തം പറമ്പിലെ കോറിക്ക് പ്രവർത്തനാനുമതി ലഭ്യമാക്കാനുള്ള ഇവിടുത്തെ വ്യാജ പരിസ്ഥിതി സ്നേഹികളുടെ ഉള്ളിലിരിപ്പം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാറിലിരിക്കുന്ന ആളാണ് ബാവുക്കയും ബാവുക്കയുടെ സഹോദരങ്ങളും പേടിക്കുന്ന അവരുടെ വല്ലിക്ക പീരാൻ. പീരാനെ നോക്കുന്ന ഹംസക്കുട്ടിയുടെ കണ്ണിലെ കോപം നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? എനിക്ക് ആ പോക്കറ്റ് കാണുന്നുണ്ട്. ദാ അതെ, കുട്ടിക്കാലത്ത് ഒരു റംലാൻ മാസം കള്ളനോമ്പെടുത്ത് തന്നോട് ബീരാൻ ചെയ്ത വിശ്വാസവഞ്ചനയാണ് ഹംസയ്ക്ക് ഇത്ര ദേഷ്യം ഇപ്പോഴും ബാവയ്ക്കോട് പോലും. ഇത്ര ചെറിയ മാറ്ററാണ്. പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ കൊല്ലത്തെ ചാമ്പ്യന്മാരെന്ന ഹുങ്കിൽ അന്യം ചങ്ങായിമാരും കൂട്ടിയിട്ട് ആ സ്വീപ്പർ ടീം ഉണ്ടാക്കാൻ പോണ്ടെന്ന് കേട്ട്. ഇന്നാ കേട്ടോളി, ഇന്റെ ചെറിയ മോൻ കൽക്കത്തയിൽ നിന്ന് വരുന്നുണ്ട്, സുഹൈൽ. ഓനെ ഞാൻ ഇവിടെ ഇറക്കാൻ പോവാ. അതും കൂടി പറയാനാണ് ഞാൻ ഇപ്പൊ വന്നത്. വരട്ടെ. അസ്സലാമു അലൈക്കും. ഈ സുഹൈല് മോഹൻ ബഗാന്റെ ക്യാമ്പിലല്ലേ? ഓനക്ക് പണ്ടേ ഇഷ്ടല്ല ഓന്റെ CR7 ബൈക്ക്. എന്തെങ്കിമാരെ നിങ്ങളിതൊന്നും കണ്ടിട്ടില്ലേ? ഓനെന്താ കാട്ടിയെന്ന് അറിയിച്ചു? എന്താ കാട്ടി? മെസ്സി കൽക്കട്ട വന്നപ്പം ഓൻ അവിടെ ഉണ്ടായിട്ടും മെസ്സിനെ കാണാൻ പോത്ത ചെങ്ങായി ഓൻ. എന്തോന്റെ അഹങ്കാരം. ना फैसला है ये जो रेल क्लासिको को रिंग ഹംസക്കുട്ടി പിന്നെയും കത്തിറക്കിയില്ല പോയി. ഏതാണ് ആ ഗോളി? ബഫൻ ബഫൻ. അതിപ്പോ മൂപ്പരുടെ ഒരു കുട്ടിക്കളിയല്ലേ? നസ്രു നാനോക്കാർ വാങ്ങിയതേ മൂപ്പരകത്ത് DTP എടുത്തിട്ടാ. അല്ല എന്നിട്ടിപ്പോ ഇജ്ജ് നിക്കണ്ട? ഞാൻ നിക്കൂല. അല്ല എവിടെ നിൽക്കുന്നു? എലക്ഷന് നിൽക്കണ്ടോന്ന്. ഞാനോ? അജാതി ഇപ്പോഴത്തന്നെ ഞാൻ ചെയ്യുന്ന ഇക്ക വിചാരിച്ചതാ എനിക്ക് സങ്കടം.
നമ്മുടെ കുടുംബത്തിന് ആരും രാഷ്ട്രീയത്തിന് ഇറങ്ങണ്ട. അത് നമ്മുടെ കുടുംബത്തിന് ചേരൂല. അംശക്കുട്ടിക്ക് അത് പ്രശ്നമാവും. പിന്നോൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുക എന്നുള്ളത് നമുക്കൊരു പൊടി കിട്ടൂല. അത്രേ ഉള്ളൂ വല്ലിക്ക. ഏതാടാ മുടിയൻ ചങ്ങായി? ഇബ്രാഹിമോവിച്ച്. ഇബ്രാഹിമോവിച്ച് ഇത് ഓലി ചേച്ച കളിയാ. ആയി ശരി. അപ്പൊ കഴിഞ്ഞ കളിയാ, പിന്നെന്തിനാ നമ്മള് കുത്തിരുന്ന് കാണുന്നു? വാലിക്കുസ്സലാം. കണ്ടിട്ട് കൊറേ ഇതിലേ വരുന്നോ? ഇല്ല, നാട്ടിൽ പോണം. ഇതില് കേറിയിട്ട് പോയിക്കൂടെ? കോളേജിന് 3 ദിവസം ഉണ്ടാവും. ആണോ? പക്ഷേ ഞാനിനി റൂമിൽ പോയി കുളിച്ചിട്ട് വേണം ക്ലാസ്സിൽ പോവാൻ. ഇങ്ങോട്ട് വരാണെങ്കിൽ തന്നെ അവിഞ്ഞ ലുക്ക് ഒന്ന് മാറ്റിട്ട് വന്നാൽ മതി കേട്ടോ. ഈ ലുക്കൊക്കെ എന്താ അപ്പം? അപ്പൊ ഈ നബിവചനം നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? അള്ളാഹു നമ്മുടെ ശരീരത്തിലേക്കും രൂപത്തിലേക്കുമല്ല നോക്കുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്കും കർമ്മത്തിലേക്കുമാണ് എന്നതാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താണ് എന്റെ ശരീരത്തിനും രൂപത്തിനും പറ്റിയത്? ഹൃദയത്തേക്കും കർമ്മത്തേക്കും നോക്കിയാ പോരെ സർ. കഴിഞ്ഞ വർഷം നമ്മുടെ ഗ്രാമത്തിൽ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചറങ്ങേറിയ സർവോദയ വായനശാലയുടെ തോട്ടിൻഡക്കര പ്രീമിയർ ലീഗ് സീസൺ 2 താരലേലത്തിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നു. ലേലംവിളിയുടെ നിയമാവലികൾ എല്ലാ മാനേജർമാരും കൈപ്പറ്റിയിട്ടുണ്ടല്ലോ. എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടി ഫോൺ എടുക്കണില്ല. ഒരു ടീമിന് പരമാവധി ചെലവാക്കാവുന്ന തുക 250 ഉറുപ്പികയിൽ നിന്നും 300 ആക്കി കൂട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, താരങ്ങളുടെ അടിസ്ഥാന വില നിലവാരം എഴുതിയ ലഘുലേഖ കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് എല്ലാ ടീം മാനേജർമാരും ഉറപ്പുവരുത്തേണ്ടതാണ്. എങ്കിൽ ലേലംവിളി ആരംഭിക്കുകയാണ്. ആദ്യമായി എതിരാളികളുടെ പോസ്റ്റിലേക്ക് ചാട്ടുളി കണക്കെ പന്ത് പായിക്കുന്ന സ്റ്റാർ സ്ട്രൈക്കർ ഇണ്ണിമാൻ. അടിസ്ഥാന വില 22 ഉറുപ്യ 50 പൈസ. 24 ഉറുപ്യ 25 രൂപ 30 ഉറുപ്യ 30 ഉറുപ്യ. ഒരു തരം, 2 തരം, 3 തരം. അങ്ങനെ ഇപ്രാവശ്യവും കക്കുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇണ്ണിമാനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുത്തതായി സ്വന്തം പോസ്റ്റിലേക്കായാലും ഗോളടിച്ചാൽ മതി എന്ന വാശിയോടുകൂടെ കണ്ടത്തിൽ നിറഞ്ഞാടുന്ന അപ്പു എന്ന അഫ്താബ്. അടിസ്ഥാന വില 1 ഉറുപ്യ. എന്റെ വില ലേശം കൂട്ടിളിക്കപ്പാ. പിന്നെ ഫൈസലിനെ അമ്മനിമാക്കിയുള്ള പൈസ എന്റെ അമ്മാശം കാക്ക വരൂ. പ്രശ്നാക്കണ്ട. 10 ഉറുപ്യ. അഫ്താബ് എന്ന അപ്പുവിന് 10 ഉറുപ്യ. ഒരു തരം, 2 തരം, 3 തരം. ഇതാദ്യമായി TPL കളിക്കാൻ ഒരു ദേശീയ താരം, നമ്മുടെ നാടിന്റെ അഭിമാന താരം, തോട്ടിൻഡക്കരയുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ സുഹൈൽ. അടിസ്ഥാന വില 60 ഉറുപ്യ. സുന്ദര, ഈ തീരെ കുറച്ചാണല്ലോ വിലട്ട്. ബാബുക്ക, നമുക്കിത് കയറ്റി വിളിച്ചാലോ? വേണ്ട, അത് ശരിയാവൂല. മൂപ്പരുടെ ആളല്ലേ. ആർക്കും വേണ്ടേ? ഇതാ 100 ഉറുപ്യ. അങ്ങനെ TPLന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലക്ക് സുഹൈലിനെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എടുത്തിരിക്കുകയാണ് റൈനിൻഡക്കര മാനേജർ ഹംസക്കുട്ടിക്ക. അടുത്തതായി കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകളും ഏറ്റവും കൂടുതൽ മഞ്ഞക്കാടുകളും നേടിയിട്ടുള്ള താരം അഹമ്മദ് 39 ഉറുപ്യ. ഓനെ നമുക്ക് തന്നോളേ. 45 ഉറുപ്യ. അംസാക്ക, ആ എന്ത് പരിപാടിയാ? ഓ ഞങ്ങളാണല്ലേ. അത് നല്ല കഥ. പിന്നെന്തിനാ ഇവിടെ ലേലം? 50 ഉറുപ്യ. 55 ഉറുപ്യ. 60 ഉറുപ്യ. 65 ഉറുപ്യ. 75 ഉറുപ്യ. സുന്ദരേട്ടാ, ഈ ശരിയാവില്ല കേട്ടോ. മൂപ്പര് ആവശ്യമില്ല വിലയേറ്റ. ഹംസക്കൊടിയാക്ക വാങ്ങാണെങ്കിൽ മാത്രം വിളിക്കും. നിങ്ങൾ വിളിച്ചോളി. 80 ഉറുപ്യ. അതെന്താണ് സുന്ദരേട്ടാ തീരുമാനാക്കി? നിങ്ങൾ പേടിക്കണ്ട. കളിക്കാരൻ ഇഷ്ടമുള്ള ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ അതിനുള്ള പൈസ കമ്മിറ്റി കെട്ടിക്കണം, അത്രേ ഉള്ളൂ. ഓൻ വരുന്നു. ബാബുക്ക്, ഞാൻ ഓനെ ഒന്ന് വിളിച്ചോട്ടെ. ഓൻ വരുന്നു പറഞ്ഞാണ്.
ആരോട് പറയാ വിട്ടുറോ വിളിച്ചോക്കിയോ അവിടെ പോയി കെടുക്കണ ചെങ്ങായി. ഞാൻ എങ്ങോട്ടാ പഠിച്ചോണി പോണേ? അപ്പോ ഞാനെന്താ ഇവിടെ? അതല്ലേ പൈസലാക്കാൻ നമ്മള് വെച്ചേ. ഞാൻ പറഞ്ഞില്ല എന്നോട് TPL ലേലം ഒഴിവാക്കിട്ട് ഓളെ കാണാൻ പോയതാണ്. യാ ഓളോട് സൊള്ളാനോ? ഇല്ല, ഓളപ്പോ ബീച്ചിൽ ഫുട്ബോൾ കളിക്കുന്നു. എത്താപ്പ ചോദ്യം? കൽബേ ഓന്റെ പ്ലാൻ അനുസരിച്ചല്ലേ ഓള് കോഴിക്കോട് ജോലിക്ക് കയറിയത്. അച്ചങ്ങാനുണ്ടല്ലോ ഐസ് ഒരുത്തനമാരെ ഒരുക്കിട്ട് ഈ മുളക് മുയിമനെ ഓനെ കൊണ്ട് തീറ്റിക്കണം. കണ്ണുമേലും പറ്റിക്കോ. ഹലോ അപ്പു കാക്ക, അമ്പിളിമാവനെ പറ്റി രണ്ടുപേര് പറഞ്ഞുതരോ? അമ്പിളിയാവനോ? പൈസലാക്കാ അമ്പിളിയാവനെ പറ്റി 2 വരി വേണമല്ലോ. 2 വരിയോ? ആനക്ക് എത്ര വരി വേണം? പൊട്ട് വട്ടം പൊട്ടായി വന്ന് വട്ടം തീർക്കും അമ്പിളിയമ്മാവൻ. പൊട്ടായി വന്ന് വട്ടം തീർക്കും അമ്പിളിയമ്മാവൻ. പോരെ? ഇഞ്ഞും വേണോ? ഇഞ്ഞുമാണോലോ? വട്ടം തീർത്ത് പൊട്ടായി മാറും അമ്പിളിയമ്മാവൻ. പോരെ? 2 ഒന്നല്ലെന്നോ? വെച്ച് പോയിക്കൂടെ അവിടുന്ന്? ഞാൻ പറയണ എന്താ അറിയോ? കുട്ടാപ്പൂന്റെ സൈക്കിൾ കിക്ക് ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ നമ്മളെ കക്കുണ്ട് ബ്ലാസ്റ്റേഴ്സിനെതിരല്ലേ ഇഞ്ചുറി ടൈമിൽ ഗോൾ അടിച്ച്? അതാണ്. അന്ന് രാത്രിയാണ് ഓന്റെ ഉമ്മാനെ പഞ്ചായത്ത് ഇലക്ഷന് സ്ഥാനാർത്ഥിയാക്കാൻ ഒരു യോഗം കൂടി തീരുമാനിച്ചത്. അന്നേനി ഉമ്മ സ്ഥാനാർത്ഥിയായാലുള്ള കൺഫ്യൂഷൻ അഹമ്മദ് ഷാദിയായി ഡിസ്കസ് ചെയ്തു. ഉമ്മാക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ അന്റിയും മറ്റുള്ളവരുടെ താല്പര്യം എന്തിനാ നോക്കുന്നത്? ഉമ്മാക്ക് ഉമ്മേന്റെ രാഷ്ട്രീയം, മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ രാഷ്ട്രീയം, അങ്ങനെയല്ലേ? അതന്നെ ഞാനും പറയണേ. ഉമ്മയ്ക്ക് ഉമ്മയുടെ രാഷ്ട്രീയം, മറ്റുള്ളവർക്ക് മറ്റുള്ള രാഷ്ട്രീയം. ആ ഉത്തരം ഓന് ആശ്വാസമായി. അതന്നെ അവൻ എല്ലാവരോടും പറഞ്ഞു. അജ്മലും ബാവക്കയും വെല്ലിക്കാക്ക് കൊടുത്ത വാക്കാ. പോരാത്തന് ഹംസക്കുട്ടിക്കാരന്റെ മരുമോളെതിരെ. അത് ഓളുടെ രാഷ്ട്രീയം, ഇത് ഉമ്മാന്റെ രാഷ്ട്രീയം. ഞാൻ സപ്പോർട്ട് ചെയ്യും. ജയിക്കോ? നാറൂലേ? LPF ആളെ നിർത്തൂലെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജയിക്കും. അതിന് റോഷൻ സമ്മതിക്കോ? ഓൻ ഡൽഹിന്ന് വിമാനം പിടിച്ചു വരും, വേറെ സ്ഥാനാർത്ഥി നിർത്തും, പ്രത്യേകിച്ച് എനക്കേരെ. വെറുതെ ഒരു ഇടങ്ങറിപ്പ് തലവെക്കണോ? റോഷൻ കാക്ക വന്നാലല്ലേ? അവിടെ പേച്ചു. റോഷൻ വന്നു. നമ്മുടെ ഈ റോഷനും അഹമ്മദും ഉണ്ടല്ലോ, ബാവക്കയുടെ ഡിന്നർ ടേബിളിലെ KRPയും കോട്ടപ്പള്ളിയുമാണ്. ബംഗാളിനെ പറ്റി ഒരു അക്ഷരം മുണ്ടി പോരുത്. ബംഗാളെ കുറിച്ച് പറഞ്ഞാൽ എന്ത് ചെയ്യും? മുണ്ടുന്നല്ലേ എന്നോട് പറഞ്ഞു. ഇവരിങ്ങനെ സൈദ്ധാന്തിക ശത്രുക്കളാണെങ്കിലും മതം പഠിച്ച അഹമ്മദിനോട് റോഷന്റെ ഉമ്മയ്ക്ക് ചില പരാതികളൊക്കെ പറയാനുണ്ട്. ഉസാറല്ലേ? അഹമ്മദേ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിന്റെ കുട്ടീനെ. ഓ നിസ്കരിക്കണില്ല, നോമ്പ് നോക്കണില്ല. ഓനൊരു യുക്തിവാദി എന്നത്ര നാട്ടുകാരൊക്കെ പറയണത്. അതൊക്കെ വെറുതെ പറയാം മുത്തമ്മ. അല്ല, എനിക്കറിയാം. നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകുമ്പോ എന്റെ കുട്ടി മാത്രം നരകത്തില്. പഠിച്ചോനെ, എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. എന്റെ ഉമ്മ, നിങ്ങളൊരു കാര്യമില്ലാണ് വിഷമിക്കണത്. എന്റെ ബോധ്യങ്ങളെയാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. ആത്മീയതയെ കുറിച്ച് എനിക്ക് ചില ബോധ്യങ്ങളുണ്ട്, ശാസ്ത്രീയമായ ബോധ്യങ്ങൾ. അതനുസരിച്ചാണ് ഞാൻ ജീവിക്കണത്. അത് കണ്ട് നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്. കാരണം ഞാൻ എന്നോട് തന്നെ സത്യസന്ധനല്ലേ. കണ്ടോ അഹമ്മദേ, എന്ത് പറഞ്ഞാലും ഇങ്ങനെ പിച്ചും പേയും പറയും. എന്തൊക്കെ പരീക്ഷണങ്ങളാണ് എന്റെ റബ്ബേ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓനൊരു വേദനിക്കുന്ന സെക്യുലറിസ്റ്റാണ്. രാവിലെ നൂൽപുട്ടും തേങ്ങാപ്പാലും, ഉച്ചയ്ക്ക് മോര് കാച്ചതും ബീഫും, 4 മണിക്ക് മസ്വ എന്നൊരു ബീഫ് ചില്ലി. ആഹാ, അല്ല ചെങ്ങായി എന്താ കൽബന്റെ പ്രശ്നം? അന്യതര സാധാരണമായ വിഷാദഭാവം എന്നെ മുച്ചോട് മൂടി നിൽക്ക. ചിലക്ക പോ ചങ്ങായി, ഓന് മൂച്ചൂട്. റോഷന്റെ ദുഃഖത്തിന്റെ കാരണം സ്വന്തം ഗ്രാമത്തിന്റെ ബഹസൂര്യതയെ ഓർത്തിട്ടാണ്. അതിന്റെ അന്തർധാര നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? തോട്ട്നഗര ഗ്രാമത്തിൽ ഈദ് ആഘോഷിക്കാൻ ആൾക്കാരുണ്ട്, ഓണം ആഘോഷിക്കാനും ആൾക്കാരുണ്ട്. പക്ഷെ ക്രിസ്മസ് ആഘോഷിക്കാൻ ആരില്ല. വായനശാലയ്ക്ക് പോലും താല്പര്യമില്ലല്ലോ. ടിങ് 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 അല്ലോ ടിങ് 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 അല്ലോ ടിങ് 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 അല്ലോ
അങ്ങനെ ഓൻ മദ്രസയ്ക്ക് പോയ കുട്ടികളെയും വെച്ച് ക്രിസ്മസ് ക്യാരൽ നടത്താൻ തീരുമാനിച്ചു. ഓനത് ചെയ്തു. ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൾ ദ വേ. കുഞ്ഞിപ്പൂ പാട്, കൂടെ പാട്. ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൾ ദ വേ. പാട്. അതെത്ര തരക്കടില്ലല്ലോ, നല്ല അപ്പൂപ്പനാണല്ലോ. വാപ്പാ ഇത് ഞാനാ. കേറി പോടാ അത്തക്ക്. അന്റെ ബാപ്പാന്റെ പേര് വർഗീസ് എന്നല്ല. കുഞ്ഞാണിയെ അന്റെ ഇജ്ജായി തട്ടിപ്പിന് കുട്ടികളെ കൊണ്ടായണ്ടല്ലോ. ബാവാക്കാന്റെ മോനാന്നൊന്നും ഞാൻ നോക്കൂല. പോയടാ എല്ലാരും പെരീക്ക്. ഇത്രയൊക്കെ തിന്നിട്ട് ഇങ്ങനൊന്നും കാട്ടരുത് കേട്ടോ. എത്താ ചങ്ങായി അത് ഇങ്ങനെ മധുരത്ത് പൊതിഞ്ഞ ജീരകല്ലോ. ആടോ എന്നാലും റോഷൻ സ്ഥാനാർത്ഥിയാക്കിയ ആളെ എന്റെ കാക്കയോണ്ട് പറയല്ല കേട്ടോ. വല്ലാത്ത ബുദ്ധിയാണ് പയ്യന്. ഈ പ്രതിസന്ധിക്ക് ഞാൻ ഒറ്റ പരിഹാരം കാണുള്ളൂ. എന്താണ്? അലുവ തിന്നണല്ലേ? എനിക്ക് വേണ്ട. ഹൈ, ബീഫ് ബിരിയാണി കഴിച്ചിട്ട് അലുവ വേണ്ടാന്ന്. മാടേക്ക് വേണ്ട. അല്ലെങ്കിൽ എനിക്കും വേണം. എന്താ ഇപ്പോ? അല്ല, പിൽക്കാലത്തൊരു നഷ്ടബോധം പാടില്ലല്ലോ. അത് ശരിയാ. എന്നാ നമുക്ക് സിറ്റി ബേക്കറി പോവാം. അല്ല, ലക്ഷ്മി സ്വീറ്റ്സ് അല്ലേ? സിറ്റി ബേക്കറി അലുവക്ക് ബെസ്റ്റ്. ഉമ്മൂട്ടിയെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞോ? സന്തോഷം. അല്ല, സന്തോഷോ? ഞാനിവിടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്തിനാ ടെൻഷൻ? നമ്മളെ കരയിലുള്ള ഓട്ട് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരും. നിങ്ങളാ നിക്കുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ ഇതൊക്കെ ഉമ്മക്ക് പറ്റിയ പണിയാന്നൊരു തോന്നലൊക്കെ ഉണ്ടായിക്കണ്. ഇതേ അത്ര ചെറിയ കളിയൊന്നുമല്ല. ഹംസക്കുട്ടിക്കാക്കെന്റെ മരുമോളായതിരെ ഓല എന്തൊക്കെ ചെയ്യുമെന്ന് അറിയൂല. നിങ്ങള് ബേജാറാവണ്ടിരിക്കുന്നേ. നമ്മളില്ലേ കൂടെ? നിങ്ങൾ ഉണ്ടായാ മതി. ഉണ്ടേന്ന് പഠിച്ചോനെ. റോസ നമ്മളോട് ഈ പണി ചെയ്യാൻ പാടില്ല. സാരില്ല, ഓക്കെല്ലതും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. ഇത്താ നിങ്ങളൊന്നും വിചാരിക്കല്ലേ കേട്ടോ. ആ കുഞ്ഞാണി വന്ന് ഓരോന്ന് പറഞ്ഞപ്പോ അതിനെന്താ, ഒരു കുഴപ്പമില്ല. എനക്ക് നല്ലാന്ന് തോന്നുന്നു ഈ ചെയ്യല്ലേ വേണ്ടത്. നിങ്ങൾ ഇന്ന് ഏത് ഭാഗത്തേക്കാ? ഞാൻ അടക്കാക്കൊണ്ട് ഭാഗത്തേക്ക് തന്നെ. ഞാനൊന്ന് ആ ഭാഗത്തേക്ക് ഇനി വേറെ വഴിക്ക് പോവാ. അതെന്തിനാ? ഈയും പോര്, നമുക്ക് മാറി മാറി കയറാലോ. അതന്നെ ഈ ആണെങ്കിൽ ഞാനാണെങ്കിൽ നാട് നന്നായാ പോരെ. അതന്നെ. നിങ്ങൾ ചെയ്ത രാഷ്ട്രീയ മണിത്തരാണ്. ഭക്ഷണം കഴിക്കും മടത്തരം പറയിരിക്കും. ഒരു പൊതു രാഷ്ട്രീയ ശത്രുവിനെ തോൽപ്പിക്കാൻ പറ്റിയ സാഹചര്യം രാഷ്ട്രീയ ശത്രു അന്റുമാരെ പാർട്ടി ഞങ്ങൾ ശത്രുക്കൾ തന്നെയാ. പബ്ലിക് സ്പിയറിനെ ത്രട്ട ഒരു പൊളിറ്റിക്സ് ആണത്. Your politics is too right. Yes, of course I am right and you're wrong. നിങ്ങൾ ഈ വലത്തുനിന്ന് റൈറ്റിൽ അടങ്ങാണ്ടിക്കോ. അല്ല, അനങ്ങിരിക്കോ. മനുഷ്യനോട് പുട്ടൊന്നുമില്ല. അപ്പൊ മനുഷ്യന്റെ മനസ്സമാധാനം കളയാൻ ഇതുവരെ ഞാൻ മുണ്ടാ തിന്ന് മര്യാദയ്ക്ക് ഉമ്മാന്റെ നോമിനേഷൻ ക്യാൻസൽ ചെയ്തു. ഞാനും മൂത്താപ്പ വല്ലിക്കാക്ക് കൊടുത്ത വാക്ക് വെറുതെ ആയി പോകും. അത് നിങ്ങളുടെ രാഷ്ട്രീയം. ഉമ്മാക്ക് ഉമ്മാന്റെ രാഷ്ട്രീയം. എനിക്കുണ്ട്. നിങ്ങൾ വെറുതെ ഏട്ടം കളിക്കണം. അനക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് എന്താ അറിയാങ്ങായി? എല്ലാരും നിർത്തിക്കോളി. ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഈ രാഷ്ട്രീയം ടീമിന്റെ കളിനെ ബാധിക്കാൻ പറ്റൂല. ഈ കളി നിർണായകമാണ്. ബൈമോഡിൽ മോശം ടീമൊന്നുമല്ല. 2 ഗോളിന്റെ മാർജിൻ ജയിക്കാതെ ക്വാർട്ടർ കാണാൻ പറ്റൂല. പിന്നെ ഹംസക്കുട്ടിക്കാരന്റെ സുഹേലിന്റെ മുന്നിൽ പെട്ടാണ്ടല്ലോ, അറിയാലോ. ഫൈസലാക്ക ജയിപ്പിച്ചാ പോരെ. മതി കൽബേ. സല്യൂട്ട് കോംറേഡ്സ്. വാലൈക്കും കോംറേഡ്. അങ്ങനെ അഹമ്മദിന്റെയും അജ്മലിന്റെയും ബൂട്ടുകളിൽ നിന്നും പിറന്ന മനോഹരമായ 2 ഗോളുകളിലൂടെ ബയൺ മുട്ടിലെ തോൽപ്പിച്ചുകൊണ്ട് നോക്കൌട്ട് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു ബാഴ്സലോണ. മധുരിതം മധുരിതം പടച്ചോന്റെ ചില സൃഷ്ടികളുണ്ട്. ഓല് കൈതച്ചക്ക മുള്ളു കളയാതെ തിന്നുകയും ചെയ്യും. എന്നാൽ റോസാപ്പൂ പറിക്കുമ്പോൾ മുള്ളുമേ തന്നെ പിടിക്കുകയും ചെയ്യും. മനുഷ്യന്മാരെന്നാ ഓലെ വിളിക്കാം. ഫൈസലാക്ക, ഈ മലയാള ഭാഷ തീരെ പോരാ അല്ലേ? അതെന്തിപ്പം അങ്ങനെ? ഉദാഹരണത്തിന് ഈ സ്വീറ്റ് ഡിസ്പോസിഷൻ എന്ന് മലയാളത്തിൽ എങ്ങനെയാ പറയാ? ജി പറയും. അനക്കല്ലേ ഭയങ്കര വിവരം. അതിപ്പോ ഫൈസലാക്ക ഭയങ്കര സ്വീറ്റാന്ന് പറയാൻ വേണ്ടി ഫൈസലാക്ക എന്ത് മധുരം എന്ന് പറയാൻ പറ്റുമോ?
അനക്കിപ്പോ എന്താ മാണ്ടി? മധുരിതമായ ഭാവതലമെന്ന് പറയാമോ? ഇജ്ജ് എന്തുവേണേലും പറയും കായ്. സോറി, പ്രണയിച്ചിട്ടില്ലല്ലേ? ഇല്ല. പുവർ ഫെലോ. വേണമെങ്കിൽ പാട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് മധുരിതമാം ഭാവം എന്നാക്കാം. വേണ്ട. പറയാം. എന്നാ പറഞ്ഞു. 1 2 3 4 മധുരിതമാം ഭാവം. ഭയം മധുരിതമാം ഭാവം. മധുരം മധുരിതമാം ഭാവം. മധുരിതമാം ഭാവം. മധുരിതമാം ഭാവം. ഭയം കര മധുരം മഞ്ഞു പെയ്യാതായ ഭൂമിയെ പിന്നെയും പുകവിതച്ചപ്പാടെ പൊള്ളിച്ചു പായുന്ന കാറിലെ കുളിരിനും മധുരം വറ്റുന്ന പുഴകളെ വെല്ലുവിളിക്കുന്ന കണ്ണുനീർ പുഴയുടെ ഓളങ്ങൾ പാടുന്ന കളകളം പാട്ടിനും മധുരം വാതിലേ ഇല്ലാത്ത ജയിലിൻ്റെ ഉള്ളിലെ സ്വപ്നങ്ങൾ കാണാത്ത ബാല്യത്തിൻ സ്വാർത്ഥത വൈറലായി പടരുന്ന മധുരം മധുരിതം. വാപ്പച്ചീൻ്റെ ചുള്ളൻ ചെക്കനെ, ഇമ്മച്ചീൻ്റെ സ്റ്റൈലൻ കുട്ടനെ, നാളെ ഇജ്ജൊരു ജീനിയസ് ആകണം, മറ്റന്നാളൊരു ലെജൻഡ് ആകണം. ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. അഹമ്മദ് എൻ്റെ അനിയന്. എൻ്റെ മോള് ഹാദിയാർ നിക്കാഹാണ് ഈ 31-ന്. വേറൊരു മോളുണ്ട് എനിക്ക്, ഷാദിയ, ട്വിൻസാണ്. ഓള് നിക്കാഹിന് സമ്മതിക്കണില്ല. നിങ്ങളുടെ മോൻ അഹമ്മദിന്റെ പേരാ ഓള് പറയണത്. ഓനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് പറയാമെന്നാ. മൻസൂർ സാഹിബേ, ഓനിപ്പോ കെട്ടിച്ചു വിടാനൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. മര്യാദയ്ക്ക് ബീഫ് വാങ്ങാനുള്ള കഴിവ് പോലും ഓനില്ല. അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ, ഓനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അതെ, കൈകാര്യം ചെയ്യാൻ നിങ്ങളാ നല്ലത്. അതിനെ കൊണ്ടാ ഞാൻ ഇടപെടാത്തത്. പിന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നാ ഇടപെടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സാഹിബ് ധൈര്യമായിട്ടിരിക്കെ, ഞാൻ നോക്കിക്കോളാം. എന്നാ ഞാൻ ഇറങ്ങാം. ഓ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഓനെവിടെ? അറിയില്ല. ഇന്ന് വൈകുന്നേരം കളിക്കാൻ വരും. ഇന്ന് സെമി ഫൈനൽസ് അല്ലേ? അപ്പൊ കാണിച്ചു കൊടുക്കാം. എന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ആ സെമി ഫൈനലിൽ പോയിട്ടില്ല കേട്ടോ. അജ്മല് അമ്മതും പാസ് ഇടാതെ കളിച്ച് ഇടങ്ങേറായി. തന്നില്ലല്ലോ. ഞാൻ കഷ്ടപ്പെട്ടൊരു ഗോൾ അടിച്ചോണ്ട് കഴിച്ചില്ലായി. ഇജ്ജല്ലേ ഒരു സംഭവം അല്ലേ കൽവേ? അത് ശരി കേട്ടോ. ചങ്ങായി, ഇവിടെ മോത്ത് നോക്ക്. എന്താ എന്റെ ഉദ്ദേശം? നിനക്കും പാസ് തന്നിട്ടില്ലല്ലോ. പാസ് അല്ലടാ ചെള്ളിയേക്ക. ഏതായി പ്രേമം ഇതിന്റെ ഇടയിൽ? അനക്ക് തീരെ പക്വതയില്ലേ? ഓ അതോ, പക്വത ഇല്ലാഞ്ഞിട്ടാണ് നിങ്ങൾ പ്രേമിച്ച് കിട്ടിയത്. പക്ഷെ ഞാൻ എന്നെ പോലെ ഇടങ്ങേറുണ്ടാക്കിയിട്ടില്ല. പിന്നെ ഓളെ പെരക്കാർക്ക് എന്നെ മാണ്ടല്ലോ. പിന്നെ അനക്കതിനുള്ള പ്രായമായിട്ടില്ല. അജ്മലാക്ക, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. എന്റെ കാര്യം ആയതുകൊണ്ടല്ല, എന്റെ ഉമ്മാക്കും എന്റെ ബാപ്പാക്കും ഇടങ്ങേറുണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ ഇടപെടും.
ഇന്ന് ഓളപ്പ നമ്മളെ വീട്ടിൽ വന്നിരുന്നു. 2 ഉപ്പമാരെയാണ് ഈ ചടങ്ങേറിലാക്കണത്. 2 ദിവസം സമയം തരും. അതിനുള്ളിൽ ഇജ്ജ് പിന്മാറിയെന്ന് ഓലെ വിളിച്ച് അറിയിച്ചു. ഇല്ലെങ്കിൽ ഈ അജ്മലായിരിക്കില്ല. നിങ്ങളൊരു ചുക്കും ചെയ്യില്ല. എന്താ അനക്ക് സംശയം ഉണ്ടോ? വിട്ടോളൂ, എനിക്ക് ദേഷ്യം വരും. വിട്ട് എന്തായി കാട്ടിന് ചെങ്ങന്മാരെ? രണ്ടിനും ബുദ്ധി നഷ്ടപ്പെട്ട പോയിക്കാ പോയിക്കാ. എന്റെ അഹങ്കാരം തീർത്തരാം. നിങ്ങൾ എന്റെ അഹങ്കാരത്തിൽ ഇടപെടണം. നിങ്ങൾ പാസ് ഇട്ടത്ര ഇങ്ങനെ കച്ചറയൊക്കെ എന്താ ചെയ്യാ? കളിയച്ചില്ലേ? ഓൾ അത്രയ്ക്ക് എന്റെ തലമേ പിടിച്ചോടാ. പിന്നെന്താ വാപ്പ എനിക്ക് നടത്തി തരാത്തത്? എനിക്ക് മര്യാദക്ക് ബീഫ് വാങ്ങാൻ പോലും അറിയില്ലെന്ന് മൂപ്പര് പറയണ. ബീഫിന് എന്താ കുഴപ്പം? അന്റെ ബീഫിന് എന്ത് കുഴപ്പം? ബീഫാകുമ്പം എല്ലാം നെയ്യും കൂടും, സ്വാഭാവികം. അല്ല അതേപ്പോ കുഴപ്പം? പിന്നെ ഓളെ പേരക്കാർക്ക് തന്നെ താല്പര്യമില്ല. ഓൾക്കിപ്പോ ഇതെന്താ നടത്തി തന്നാലേ? ഓക്ക് പ്രേമിക്കാൻ കണ്ട ചെക്കനെ കണ്ടാലോ ഓനെ കണ്ടാ പറയും പല്ലേച്ചിട്ടും കുളിച്ചിട്ടും കൊല്ലങ്ങളായി. 24-ാം തീയതി പോളിംഗ്, 26-ന് റിസൾട്ട്, 28-ന് നമ്മളെ ഫൈനൽ, 31-ാം തീയതി ഹാദിയുടെ നിക്കാം. പരസ്യ പ്രചരണം കഴിഞ്ഞ ഉടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല. ജനീച്ച അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചൂടെ? പ്രാക്ടിക്കൽ ആവുന്ന കാര്യമാണോ ഫൈസലിക്ക പറയണത്? അതല്ല, ഈ 22-ന് എനിക്ക് 21 വയസ്സാവുള്ളൂ. അയ്യേ, ഉപ്പ എന്നോട് സുന്നത്ത് കഴിച്ചത് ഉണങ്ങിയെന്ന് ചോദിക്കും. അല്ല അത് ഉണങ്ങിക്കണോ? വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നോക്കിയാ ഫൈനലിന് മുമ്പ് എന്റെ പ്രശ്നമൊക്കെ തീർക്കണം കേട്ടോ. തീർക്കാൻ പോവാണല്ലോ. തീരുമാനിക്കാൻ വരട്ടെ. വേറെന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ ഒന്ന് മുങ്ങി നോക്കട്ടെ. ഹലോ ഷാദിയ, എന്താ അവസ്ഥ? നീ പെട്ടെന്ന് പ്ലാൻ ചെയ്യണം. ഉപ്പനെ ആരൊക്കെ കൊണ്ട് കെട്ടിക്കാൻ നോക്കാ. ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. പ്ലീസ് പ്ലാൻ സംതിങ് ഫാസ്റ്റ്. ഇല്ല, നമ്മളിവിടൊക്കെ തിന്നു തീർക്കണ മുന്നേ ഓലി പ്രശ്നമൊക്കെ തീർക്കൂലേ? അതോ മെല്ലെ തീർന്നാ മതി. കുറച്ചും കൂടി ഏരിയ കവർ ചെയ്യണ്ടേ? ആ അപ്പോഴേക്കും പടച്ചോനെ നല്ലതിലേക്ക് തീർക്കുന്നു വിശ്വസിക്കാ. ആര്? പടച്ചോനോ? നല്ല ആളാ, മൂപ്പരെ തീരെ വിശ്വസിക്കാൻ പറ്റൂലെന്ന്. ശരിയാ, കുൻ ഫയക്കുൻ, ആകൂ ആയിത്തീരുന്നു. എന്താല്ലേ ഹലാക്കിന്റെ അവലും കഞ്ഞി. നിങ്ങിങ്ങനെ എന്നെ വിളിച്ചോണ്ട് ഞാൻ ആടെ എത്തിക്കോളാം. ആ ഓക്കെ, ഞാൻ പെട്ടെന്ന് എത്തും. ഓക്കെ ഓക്കെ ശരി. പക്ഷെ എന്തൊരു ചോറിയിലേത് പെട്ടിരിക്കുന്നു. സാഗറെ, ഇത് ശരിയാവില്ലട്ടാ. എന്നെ ആണെന്ന് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഒരു 100 വോട്ട് പിടിക്കാനല്ല സാമിയായി പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഇമാതിരി പരിപാടിക്ക് നിൽക്കണ്ടാവും. അനക്കെന്താ ചെയ്യാൻ പറ്റുക? അയാൾ വരാത്തേന്. ഇതൊരു എത്തിക്കൽ ഇഷ്യൂ ആണ്. ഷാജി, ഞാൻ കുരുവട്ട് നിൽക്ക. അവസാനത്തെ കളിയളിപ്പിക്കാൻ എന്നെ കൊണ്ട്. അതല്ലടാ, അയാളെ എത്തിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ട് ഷാജി, എനിക്ക് വേണ്ടി പ്ലീസ്. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? അടുത്ത ചോറ പേപ്പർ എവിടെ? ഇതിലൊന്നുമില്ല. എന്താ കാട്ടത്? ചെങ്ങായി ശരിക്കും നോക്കി. ബുക്കില്ല അജ്മലാക്ക, അതിലൊന്നുമില്ല. റെഡ് സിഗ്നൽ കട്ട് ചെയ്ത് പോട്ടെന്ന് വെക്കാം. ഇതേപ്പോ ലൈസൻസും ഇല്ല, വണ്ടിയുടെ ബുക്കും പേപ്പറും ഇല്ല. സാറേ, ഇത് രാവിലെ അർജന്റിൽ ഇറങ്ങിയത്. ഒരു 2000 രൂപ ഫൈൻ അടച്ചോ. നിങ്ങൾ പൈസ എടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല. കവി ചായ കുടിച്ചു. 50 റുപ്യ. സാറേ, ഇവിടെ കാർഡ് സൈപ്പ് ചെയ്യോ? നീ ആള് കൊള്ളാലോ. ഇല്ലെങ്കിൽ വേണ്ട. വണ്ടിയുടെ നമ്പർ KL10. അത് ശരി. ആ KL10 461. എന്തുട്ടാ? 6661. നീ തരക്കേടില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞങ്ങൾ അഹമ്മദിന്റെ. നിങ്ങൾ അങ്ങനെ വിട്ടാ പറ്റില്ല. ഇവിടെ ഇലക്ഷൻ അട്ടിമറിക്കാൻ വന്ന ഗുണ്ടകളല്ലെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കും. നിങ്ങൾ ഈ നാട്ടുകാരെന്നുള്ളതിന് ഒരു തെളിവില്ലല്ലോ. സാറേ, ഞങ്ങൾ തോട്ടിന്റെ അക്കരേന്നേ നിലമ്പൂരേ. സാറ് വേണേ വണ്ടിയുടെ നമ്പർ നോക്ക്. അതൊക്കെ ഒരു തെളിവാണോ? താൻ സ്റ്റേഷനിലോട്ട് വാ, വണ്ടിയുടെ ബുക്കും പേപ്പർ എടുത്തിട്ട് വാ. വണ്ടി അവിടെ കാണും. സാറേ സാറേ വണ്ടി രാവിലെ ഇറങ്ങുന്ന സമയത്ത് അതൊന്നും നടക്കില്ല. നീ വണ്ടി ആയിട്ടുണ്ട് വാ. അവിടെ ഫോൺ കട്ടെ. ഞാൻ 1/2 മണിക്കൂറുണ്ടെത്താം. ഓക്കെ ബൈ. ഓക്കെ സാർ. ആരാണ് വരാൻ? സോറി, മാറിപ്പോയി. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ഐ എം വർക്കിംഗ്, നോട്ട് സ്റ്റഡിങ്. ആർക്കിടെക്റ്റ് ആണ്. മോക്ക് എത്ര വയസ്സായി? 23. ആ ഏജ് ബ്രീഫിംഗ് എന്നേ നോക്കട്ടെ.
ഡോ ഇതെന്താടോ? തന്റെ സർട്ടിഫിക്കറ്റ് പ്രകാരം തനിക്ക് 20 വയസ്സേ ആയിട്ടുള്ളല്ലോ. ഏജ് മൊത്തത്തിൽ തലകുത്തനെയാണല്ലോ ഇവിടെ. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് സാർ, അതിനകത്താണ് ശരിക്കുള്ള ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ ഇതെന്താ സർട്ടിഫിക്കറ്റ് അല്ലേ? അത് പിന്നെ ഫാദർ SSLC ബുക്കിൽ അങ്ങനെ ചെയ്തതാ, എല്ലാവരും ചെയ്യുന്നതല്ലേ. ഇത് കുഴപ്പമാണല്ലോ മക്കളെ. എനിക്ക് നീ പ്രായമായെന്ന് തെളിയിക്കാൻ നിന്റെ പേരൻസ് ഒപ്പിട്ട ഡിക്ലറേഷൻ വേണം, അല്ലെങ്കിൽ പ്രശ്നമാകും. പേരൻസ് ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇടവരെ വരേണ്ട കാര്യമില്ലല്ലോ സാറേ. പ്രശ്നം എനിക്ക് മാത്രമല്ലല്ലോ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി വിവാഹം കഴിച്ചതിന് കുട്ടിക്ക് കോടതി കയറി ഇറങ്ങേണ്ടി വരും. സാർ ഒരു വിശ്വാസത്തിന് പുറത്ത് ചെയ്തു തരാൻ പറ്റുമോ? അഫിഡവിറ്റ് ഞങ്ങൾ എത്തിച്ചോളാം. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അഫിഡവിറ്റ് കിട്ടിയാലേ ഞാൻ ഈ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. ഇപ്പൊ കല്യാണം നടത്താനല്ലല്ലോ, അപേക്ഷിക്കാനല്ലേ പറ്റുള്ളൂ. മോൻ എന്തായാലും അടിയന്തരമായി സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ ഒരു യൂണിഫോമിറ്റി വരുത്തണം. സോറി പ്രസാദ്, ഇതൊക്കെ നേരത്തെ ശ്രദ്ധിക്കണ്ടേ? ഈ എടുത്തിയാട്ടമൊക്കെ ഒരു വെപ്രാളത്തിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾ കുറച്ചുകൂടി പ്രേമിച്ച് നടന്ന് പേരൻസിനെ കൺവിൻസ് ചെയ്ത് ഹാപ്പി ആയിട്ട് കല്യാണം കഴിക്കുന്നേ, എല്ലാം നടക്കുമെന്നേ. ഓൾ ദ ബെസ്റ്റ്. ചെകുത്താനും കടലിനും ഇടയ്ക്കു വെട്ട്, കയ്യിലും കാലിലും വിലങ്ങുമിട്ട്, ഇനി എന്തെന്നറിയാതെ കുഴങ്ങുന്ന നേരത്ത് ചിരിക്കല്ലേ തങ്കിന്റെ പെടപ്പ് കെട്ട്. പ്രണയത്തിന്റെ മുമ്പിൽ അധികാരവർഗം തീർക്കുന്ന ഓരോ മതിൽക്കട്ടെ. പ്രസാദ്, അയാളെ സൗത്ത് ഇന്ത്യൻ പറ്റിയായിരുന്നു. ഞാനല്ലാണ്ടാറാ. അഹമ്മദ്, എന്താ ഇത്? ഐ വാസ് സോ എംബാരസ്ഡ്. ഇന്റെ തൊലിരിഞ്ഞോയി. വണ്ടി കയറ്. കേറ്. ഓനിനോട് ചൂടാന്ന്, പക്ഷേ എനിക്കിഷ്ടം. Because I feel loved. I feel loved. ഇവിടെ സാറേ, ഇമാര് ചള്ളി ചക്കന്മാരെയും കൂടി കെട്ടിക്കാൻ പറ്റട്ടോ. എടാ ഞാൻ അഹമ്മദേ, സാറിലടാ സർട്ടിഫിക്കറ്റിന്റെ കാര്യമില്ലേ, അത് സാധാരണ, നീ ബേജാറാവണ്ട. വാലേക്കും സലാം. സിനു പറയ്. അഹമ്മദ് കാക്ക, അമ്പിളി മാമനെ പറ്റി രണ്ടുപേര് പറഞ്ഞു തരുമോ? അമ്പിളി മാമനെ പറ്റി രണ്ടുപേര്. അമ്പിളി മാമനല്ലേ? ശരിയാക്കട്ടോ, പറ. ഷാജി ഇട്ടു കൊടുക്കടാ. പൊന്നരുവാൾ അമ്പിളി മതിയോ? നീ പറയണ്ട. എത്ര നല്ലവൻ അമ്പിളി അമ്മാവൻ, അന്ധകാരത്തിന്റെ അന്ധകൻ അമ്പിളി അമ്മാവൻ. എത്ര നല്ലവൻ അമ്പിളി അമ്മാവൻ, അന്ധകാരത്തിന് അന്ധകൻ നമ്മുടെ അമ്പിളി അമ്മാവൻ. ആ, നീ വീട്ടിലേക്ക് വാ, ബാക്കി എവിടെ ശരിയാക്കാം. ഇല്ല സാഗരേട്ടാ, പോട്ടെ, പോയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണ്ട. ലാൽ സലാം. ശരി, ഓക്കെ. ഓ എന്നാ ശരിയാണ്. ശരി ശരി. എന്താ പ്ലാൻ? प्लान तुम जानती हो कि पिस्तौल खाली है, मैं जानता हूं कि पिस्तौल खाली है, लेकिन पुलिस नहीं जानती कि पिस्तौल खाली है. ഈ ഹിന്ദി പറയുന്നേ നമ്മുടെ രജിസ്ട്രേഷൻ നടന്നില്ല എന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. രണ്ടായാലും നമ്മുടെ കാര്യം നടക്കും. അസ്സലാമലൈക്കും ഫൈസലാക്ക. എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ മടങ്ങുവാണ്. നേരെ കോഴിക്കോട് ബീച്ചിൽ കാണാം. എല്ലാവരും അറിയിച്ചോളി. ഓക്കെ. എന്താ ഈ വല്യൊക്കെ വരാത്തത്? മൂപ്പരോട് കാര്യം പറയണ്ടേ? ഈ ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചോണ്ടിരിക്കുക. നിങ്ങൾ യൂണിഫോം ഇട്ട് വന്നിട്ട് വല്യമ്മന്റെ പെരുന്നാൾ കുപ്പായം. ബാവേ, നിങ്ങൾ അജ്മലിനെ ഒന്ന് വിളിക്കി. അമ്മനെ തന്നെ വിളിച്ചാ പോരെ? വിളിച്ചോ, അവൻ എടുക്കുവോ? കുഞ്ഞിനെ, എന്താ ഇതിന്റെ കഥ? പഴം ഉടച്ചിട്ടല്ലേ ഇടേണ്ടത്, നുറുക്കിട്ടാണോ? ഇതുവരെ പഠിച്ചില്ലേ? ഉടച്ചിട്ട് നെയ്യൂടണം. അജ്മലിന്റെ ഫോണാണല്ലോ. വാലേക്കും അസ്സലാം. ചെറിയൊരു പ്രശ്നമുണ്ട്. വണ്ടിയിൽ പേപ്പറില്ല. ഇനി രാവിലെ ഇറങ്ങിയോണ്ട് ലൈസൻസ് എടുത്തില്ല. ഞങ്ങളിപ്പോ കസ്ബ സ്റ്റേഷനിലെ. എന്റെ പടച്ചോനെ, അതൊക്കെ നോക്കണ്ടേ ഇത്? പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മള് അഹമ്മദ് മടങ്ങിയെന്ന ഫൈസലിന് കിട്ടിയ വിവരം. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വരാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ.
ആലാക്കിന്റെ അവലും കഞ്ഞി. എന്താ പറ്റിയേ? ഓൻ പോലീസ് സ്റ്റേഷനിലാണ്. വണ്ടീന്റെ പേപ്പറില്ലേനി. പിന്നെ അഹമ്മദ് മടങ്ങിയിട്ടുണ്ട്. വല്യൊക്കെ വരുന്നുണ്ട്. ഇനി ഈ വിവരം കൂടി ചേർത്ത് മൂപ്പരറിഞ്ഞ പുകിലാകൂ. ഇത് നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്തോളി. എന്റെ ഉമ്മോ ഇജങ്ങട്ടാ എനിക്കും വയ്യ വലിക്കനെ ഫേസ് ചെയ്യാൻ. അന്റെ മക്കളുടെ കാര്യമാ എന്റെ തലയിട്ട് മുങ്ങല്ലേ. അന്റെ അനിയന്റെ മക്കളാണല്ലോ, അനക്കൊണ്ട് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ. ഞാൻ എന്നാ അതും കൂടെ ഉണ്ടോ? എന്നാ പിടി. റോഷ ഒന്ന് നിക്ക്, എന്നോടൊരു കാര്യം പറയാണ്ട്. ഒന്ന് വാ. ആയിക്കോട്ടെ. എനക്ക് അഹമ്മദ് വിളിക്കോ മറ്റേ ചെയ്തോ? ഇല്ല. ഈ ഒന്ന് വിളിച്ചു നോക്ക്. ഈ വിളിച്ച അടുക്കായിരിക്കും. ഞങ്ങള് വിളിച്ചിട്ട് ഇപ്പൊ കാര്യമില്ലല്ലോ. ഞാൻ വിളിക്കാം. പിന്നെ മോനെ, ഈ കാര്യം ഈ രഹസ്യമായിട്ട് വെക്കണം. കുടുംബത്തിനാ മാനക്കേട്. എനിക്കറിയാലോ അമ്മ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. ഞാൻ ഓനെ വിളിച്ചിട്ട് നിങ്ങളെ വിളിക്കാം. ശരി. എന്തൊരിതത്, ഇങ്ങനെണ്ടൊരിത്. അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതിൻ്റെ ഇടയില വേറൊരിത്. അല്ലെങ്കിലും വളരെ ഇതായിട്ടുള്ള ഒരു ഇതാണ് ഓൻ എപ്പോഴുള്ള ഒരു ഇത്. ഇതിന്റെ ഇടയിൽ വേറൊരിത് ഇങ്ങോട്ട് കാട്ടിയത്. ഇതിലാ മറ്റാ ഇതിട്ടിട്ടില്ലേ? എന്നാലല്ലേ ഇതിനൊരു ഇതുണ്ടാവുള്ളൂ. നമ്മളിവിടെ കിടന്ന് ഇതായിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ പോയിട്ട് വരാം. വണ്ടിന്റെ കീ തരി. അങ്ങനെ നിങ്ങൾ മാത്രം മുങ്ങണ്ട. മോന്നാലേ എന്നെ കൊണ്ട് കഴിയൂലെന്നാണ് പറയാൻ. അല്ല, ഇവിടെ ആരെങ്കിലൊക്കെ വേണ്ടേ? ഇവിടെ നിന്നോ? അല്ലോ, എന്നെ കൊണ്ട് കഴിയൂല വല്യമ്മോട് കാര്യം പറയാൻ. അതാ പറഞ്ഞു പോയി കാറി കയറാൻ. പിന്നെ നമ്മളെ ഉമ്മ തന്ന ഈ കുപ്പായിട്ടുണ്ട് പോരെ. ഞാനും ഇടണം. അപ്പൊ ഞങ്ങള് മാത്രം പോയത്തെ കാരം. പോയിട്ട് വന്നാ അവിലെടുത്തോ. അവില് ഇതെന്റെ എന്താ? വാ വാ വാ. ഓ, ഹലോ. ഇജ്ജ് പേടിച്ച് മുങ്ങിയാണല്ലേ? ആർക്കാണ് മുങ്ങേണ്ടി വരാ? നിങ്ങക്ക് അറിയാലോ റോഷനക്ക. ഓ, ഇജ്ജത് കണ്ട് അല്ലേ? കണ്ടു. ഞാൻ ഈ വണ്ടിയിൽ തന്നെ പോണെന്ന് ഇജ്ജ് അത് വെച്ച് എന്താ ചെയ്യാൻ പോന്ന് പറ പ്ലീസ്. നിങ്ങൾ ഇത് വെച്ച് എന്താ ചെയ്യാൻ വിചാരിച്ചത്? ഹംസക്കുട്ടിക്കാക്ക ഞങ്ങളുടെ വോട്ട് വാങ്ങിയാ ഞങ്ങളത് തിരിച്ചു വാങ്ങണ്ടേ? അതല്ലാതെ ഞാൻ ചെയ്യാൻ തോന്നണ്ട. ബാക്കി പൈസ ഞാൻ തിരിച്ചു തരും. പക്ഷെ എലക്ഷൻ കഴിഞ്ഞിട്ട്. ഞാനും വെറുതെ പറഞ്ഞ. ഇജ്ജ് ഉമ്മാന്റെ വീട്ടിൽ പോയെന്നാ ഞാൻ എല്ലാരോടും പറഞ്ഞത്. പോയ കാര്യം എന്തായി? കഞ്ഞി കുടിച്ച് കൂടുങ്ങല്ലോ, ഇറക്കാനും ബജ്ജല്ലോ, തുപ്പാനും ബജ്ജല്ലോ. കാണും നേരം കണ്ണൂരിട്ട് പെരയും തോടിയും പള്ളിയും പള്ളിക്കാടും കളിയും വിളിയും പോയി കിട്ടി. ആരും തീരെ മുണ്ടാതായി. ഈ ദുനിയാവിനെ തിരിഞ്ഞു കുത്തണ സുബ്ഹാനല്ലാഹ്. അല്ല, ഓൾതാ വരാത്തെ? ഞങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ റഹ്മത്തോട്ടിലൂടെ കവർ കേട്ടോ. വേണ്ടല്ലേ?
ഹലോ ഉപ്പ അമ്പിളിമാമ മുഴുവൻ കിട്ടിയില്ല. അമ്പിളി മാമനോ? ആ, എന്തൊരു വീരൻ, എന്തൊരു ധീരൻ അമ്പിളി അമ്മാവൻ. അമ്പര നടുവിൽ തനിച്ചു നിൽക്കും അമ്പിളി അമ്മാവൻ. എന്തൊരു ധീരൻ, എന്തൊരു വീരൻ അമ്പിളി അമ്മാവൻ. അമ്പര നടുവിൽ തനിച്ചു നിൽക്കും അമ്പിളി അമ്മാവൻ. എന്തൊരു ധീരൻ, എന്തൊരു വീരൻ അമ്പിളി അമ്മാവൻ. അമ്പര നടുവിൽ തനിച്ചു നിൽക്കും അമ്പിളി അമ്മാവൻ. ഞാൻ ഇന്നലെ യൂട്യൂബിൽ പഴയ കളിയുണ്ട്. ഏത് കളി? നമ്മുടെ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് തമ്മിലുള്ള സീരീസ്. ഇതിന്റെ ഇടയിൽ അവന്റെ ഒരു ക്രിക്കറ്റ് ഫൈനൽ മാച്ച്. ലാസ്റ്റ് ഓവർ വെസ്റ്റ് ഇൻഡീസിന് ജയിക്കാൻ 3 റൺ മതി. 3 വിക്കറ്റും ബാക്കിയുണ്ട്. ഈ കളി ജയിച്ച വെസ്റ്റ് ഇൻഡീസിന് 3-2 പരമ്പര സ്വന്തമാക്കാം. എന്നിട്ട് എന്താ, ചന്ദ്രപോളൊക്കെ പരമ്പര ജയിച്ചു എന്നുള്ള സന്തോഷത്തില് കളിച്ച് ചിരിച്ച് പവലിയിലിരിക്കുക. വിഷയത്തേക്ക് വാ. ഇതാ എടുക്കണ ഒരു ആട്രിക്ക്. എടാ, അപ്പൊ ചന്ദ്രപോളിന്റെ മോഹം കണ്ടാല് നമുക്ക് എന്നെ കരച്ചിൽ വരും. അത്താ മുഖം. ഐജിപ്പ് ഇവിടെ പറയാൻ കാരണം എന്താണ്? അല്ല, ചന്ദ്രപോളിന്റെ മോഹം കണ്ടപ്പോഴേ ബീച്ചിലെ അമ്മേന്റെ അതേ മുഖമാണ് ഓർമ്മ വന്നത്. അതേ കുഞ്ഞോ, എന്റെ മുഖം ഒന്ന് തിരിച്ചു വെച്ചാളാ. Philip Lahm will lift that trophy. അപ്പൊ ഇനി എന്താ ചെയ്യാ? ചെയ്യാനുള്ളത് കഴിഞ്ഞില്ലേ, കാത്തിക്കാം. ഒരു കപ്പിനും വേണ്ടി 22 കൊല്ലം കാത്തുക്കല്ലേ? ഇതൊക്കെ ചെറുത്. അർജന്റീന കമോൺ അഹമ്മദ്, അനക്ക് പറ്റും. ആ, അങ്ങനെ മല പോലെ വന്നത് മഞ്ഞ് പോലെ പോയി. ഓ വരുന്നുണ്ട് മുണ്ടാരി. എന്താണ് അഹമ്മദേ, എവിടെ എനിജ്? നേരം വൈകില്ലേ? ഗ്രൗണ്ട് ഫ്രീ അല്ലല്ലോ, പിന്നെ ഇവിടെ ഫൈസിനുള്ള ആളല്ലേ ഉള്ളൂ. ആ, ഇതാക്കണ ഒരാൾ കൂടിയായി. തോറ്റെല്ലാരും ഉണ്ടല്ലോ, നന്നായി. ഞാൻ ആരെങ്കിലും മിസ് ചെയ്യോന്ന് പേടിച്ചിരിക്കായിരുന്നു. ഏതായാലും നന്നായി. അഹമ്മദ്, ദാ ഇന്റെ മൂത്തച്ഛൻ ഇലക്ഷനിലെ ബഹുഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചിന്റെ വകയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മധുരം തരാം. അതെ, അത് കഴിഞ്ഞു. ഇലക്ഷൻ റിസൾട്ട് വന്നു. ആരെയും ഞെട്ടിക്കാതെ ഹംസക്കുട്ടിക്കെതിരെയുള്ള തരംഗത്തിന്റെ സകല വോട്ടുകളും 3 വഴിക്ക് പിരിഞ്ഞപ്പോൾ അനായാസം മരുമോള് തന്നെ ജയിച്ച് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. കഴിക്കുങ്ങള് ലഡുവാടോ എന്താണ് പോലെ നിക്കടോ, കഴിക്കടോ. എടുക്കുമ്പോ 2 എടുത്തോ. ഒന്ന് മാർക്കച്ച് അന്റെ 2 ഉറുപ്പിക കഴിക്കടാ, കഴിച്ചിട്ട് പോയിക്കോ. ആ, 2 വീതം കൊടുക്ക് സുഹൈലേ, എല്ലാരും തിന്നട്ടെ. പരാജയത്തിന്റെ കയ്പ് തീരെ കുറെ കുടിച്ചതല്ലേ. അന്നോട് എനിക്ക് നന്ദിയുണ്ട്. എന്റെ ബാപ്പൻ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ചെറിയൊരു പേടിണ്ടായിനി. അത് ഈ സ്ഥാനാർത്ഥി നിർത്തിയപ്പോ അതും പോയി. അമ്മതേ, ഉമ്മക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഫൈസലേ, നാളെ നമ്മൾ ഫൈനൽ ജയിച്ചാൽ ഈ ലഡുവൊന്നും അല്ലട്ടോ, പായസം വെക്കും. ഹംസക്കുട്ടി പായസം തോറ്റാലും തന്നു കുട്ടിക്ക്. സുഹൈലെ, അതിനുള്ള സർക്കാർ അരി മേടിച്ചില്ലേ? ഓ, വാങ്ങിക്കണോ? അത്ര കുറവുണ്ടോ നമ്മൾ ജയിക്കുന്നു? അതാണ് എന്റെ മോൻ. അപ്പൊ നാളെ ഗ്രൗണ്ട് കാണാം. അസ്സലാമു അലൈക്കും. ഹൈ, സലാം മറിക്കടോ. അസ്സലാമു അലൈക്കും. മതി, അത് മതി. ഹലോ, എന്തേ? ആ ലഡു വന്നിട്ട് പോ. എന്നാ ഗ്രൗണ്ട് ഒന്ന് കാണാം. ആ, കാണാം. കാണട്ടെ. മന്ദിലേ മഞ്ഞളോട് ഫാമിലി ബേക്കറിയാ. ഇങ്ങക്കിപ്പോ സന്തോഷമായല്ലോ? അതല്ല ഞാൻ എന്നോട് ചോദിക്കണ്ടേ? അത് ഞങ്ങളോട് 2 ആളോട് ചോദിക്കണ്ട്. നിങ്ങളെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എന്റെ സ്ഥാനാർത്ഥിന്റെ ജയിച്ചിരുന്നു. എന്റെ 100 വോട്ട് വെച്ച് എന്തുണ്ടാക്കണം പറയണേ. വോട്ടിന്റെ ആയിരുന്നു പറയേണ്ടാമതേ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കാട്ടെ 87 വോട്ട് കൊറോണന്റെ സ്ഥാനാർത്ഥിക്ക്. അതിന് കാരണമുണ്ട്. ഇന്ന് ചിലക്കാണ്ടിരിക്കോ ചെങ്ങന്മാരെ. നിങ്ങൾക്ക് 3 ആൾ കിട്ടിയ വോട്ട് കൂടി കൂട്ടിയാലും 100-ന് മേലെ ഭൂരിഷുണ്ട് മറ്റോൾക്ക്. എന്താ കളിയില്ലെന്ന്
അതാ വന്നു. ആ സുഹൈലും ഹംസക്കയും കൂടി ഇവിടെ വന്ന് വീമ്പിളക്കിട്ട് പോയി. ആജിക്കാക്ക അതണ്ടില്ലേ ലഡു ഒക്കെ തന്ന് നാണം കെടുത്തിട്ടേ പോയി. ഡോക്കി നാളത്തെ കളി നമ്മൾ എന്തായാലും ജയിക്കണം. ജയിക്കുമല്ലോ. പക്ഷേ ചില നിരാശകാമുകന്മാർ ടീമിലുള്ളത് കൊണ്ട് ആവേശം കുറയാതിരുന്നാ മതി. ഓട്ടെങ്കി രാജ്മണെ, അല്ലല്ലോ ഞാൻ കളിക്കാനില്ല. എന്റെ പൊന്നാരാമ ഈ ചോന്റെ വർത്താനം കേക്കല്ലേ. അതുകൊണ്ടല്ല, എനിക്കിപ്പോ കളിക്കാൻ ഒരു മൂടില്ല. മൂടുണ്ട കളിച്ചിന് ഏതപ്പം യൂസുജി മുണ്ടാന്നാ എന്താ കൽബന്റെ പ്രശ്നം? ഫൈസലാക്ക നിങ്ങന്റെ അവസ്ഥ അറിയാലോ. എനിക്കിപ്പോ മാനസികമായിട്ട് കളിക്കാൻ പറ്റൂല. എത്രയുള്ള ചെങ്ങായിജ്. ഞാൻ വിചാരിച്ച എന്റെ മനസ്സിനൊരു കട്ടി കണ്ടെന്ന്. ഫൈസലാക്ക നിങ്ങൾക്ക് എന്റെ പ്രശ്നം പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ലെന്ന്. ഇജു വന്ന മനസ്സിലാവില്ല. 2010 ഫൈനലിൽ സ്പെയിനോട് ഹോളണ്ട് തോറ്റപ്പം എന്നെ ഓർമ്മയില്ല എനിക്ക്. അന്ന് ജിന്നെ കെട്ടിപ്പിടിച്ചപ്പം എനിക്ക് ആശ്വാസായി. എന്നിട്ട് 4 കൊല്ലം ഞാൻ കാത്തുനിന്നു. അപ്പൊ സെമി ഫൈനലിൽ എന്റെ ടീമിനോട് ഞങ്ങൾ തോറ്റു, അതും പെൻഹൽറ്റിയിൽ. അപ്പോഴും ജെന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് വീണ്ടും ആശ്വാസായി. പിന്നെ ഫൈനലിൽ എനിക്ക് എന്നെ കെട്ടിപ്പിടിക്കേണ്ടി വന്നു. ഇങ്ങളും തോറ്റു, അപ്പൊ അനക്കാശ്വാസായി. എനിക്ക് എന്നോട് ഒറ്റ കാര്യം ചോദിക്കാം. ഗോഡ്സെ ഗോളടിച്ചപ്പോഴാണോ ഷാദിയാനെ അവളുടെ വാപ്പ കൊണ്ടുപോയപ്പോഴാണോ എനിക്ക് കൂടുതൽ വിഷമായത്? ഗോഡ്സെ ഗോളടിച്ചപ്പോ ഫൈസലാക്ക ഞാൻ കളിക്കാം. ഓ നാളെ കളിക്കുന്നു. ഇപ്പൊ എമ്മക്കൊരു കളി കളിക്കാം. ഓനുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കളിച്ചാൽ മതി, ഞാനുണ്ടാവൂല. എന്താ ചെങ്ങായി എന്റെ പ്രശ്നം? എന്റെ ഇമ്മാനും ബാപ്പാനും നാണം കെടുത്ത ചങ്ങായിക്കൊപ്പം എനിക്ക് കളിക്കാൻ പറ്റൂല. അങ്ങനെയാണ് ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഒരാഫിൽ അജിക്കാക്കു ഒരാഫിൽ അഹമ്മദ് കളിക്കട്ടെ. അത് പറ്റുമോ അജ്മലെ? ടോസ് ഇടാം. കോയിനോടെ കോയിൻ കിട്ടി. ഞാൻ ടോസ് ഇടാം. ഹെഡോ ടേലോ? നിക്ക് 2 രൂപയുടെ കോയിനാണ്. ഹെഡ് ഏതാ ടൈൽ ഏതാന്ന് ആദ്യം തീരുമാനാക്കണം. 2 എഴുതിയാണ് ടൈല്. അതിന്റെ മേലല്ലേ സിംഹത്തിന്റെ തല? അതല്ല ഹെഡ്. ഇന്ത്യയുള്ള ഭാഗം ഹെഡ്. സിംഹത്തിന്റെ ടോസ് നാളെ തീരുമാനിക്കും. എനിക്ക് ഹെഡ് ഹെഡ് ടൈല്. ഫൈനൽ പോരാട്ടത്തിൽ ശക്തരായിരിക്കുന്ന ബാഴ്സന്റെ കാര്യവിന്റെ കാൽക്കരുത്തും കാട്ടുപോത്തിന്റെ കാർക്കശ്യവും ചെങ്കോട്ടകണക്ക് അടിവച്ച വാക്കുലയുമായി പോരാട്ടത്തിന്റെ പോർക്കളങ്ങളിൽ വിജയകാവ്യങ്ങളുടെ വീരേതിഹാസം രചിച്ച് കടന്നു വന്ന ബാഴ്സന്റെ കാൽപന്ത് കളിയുടെ രാജകുമാരൻ ഫൈസലിന്റെ പടനായകത്തെ ഒരു ഭാഗത്ത് കുട്ടടിയുമ്പോൾ മറുഭാഗത്ത് പ്രഗത്ഭരായിരിക്കുന്ന റയലിന്റെ കുഞ്ഞാനെ ബാബ ഇവിടെ ഇവിടെ വന്നിട്ടില്ലല്ലോ. എവിടേക്കാ പോയത്? രാവിലെ കാറെടുത്ത് പോയതാ. ഈ സമയത്ത് ഓൻ ഇവിടെ വേണ്ടേ? എവിടുക്കാന്നറിയില്ല. നിങ്ങൾ കളിയാടി നിശ്ച എന്താ അത്? കളി തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മുടെ കുട്ടികൾ വെള്ളം കുടിക്കും. അജ്ജാതി കളിയല്ലേ സുഹേൽ കളിക്കുന്നത്? എജ്ജായി കളിയാണ്. വല്ലാത്ത യാതി. അപ്പൊ ഒന്നാമത്തെ ഗോള് കണ്ടോളി. ഞാനപ്പോ ഗോളാക്കി. ഇങ്ങനെ കളിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എങ്ങനെ കളിക്കണ്ടേ? ഒരു ഗോളൊക്കെ അടിച്ചിട്ടുള്ളൂ. പല്ലൊക്കെ എന്തായാലും നന്നായിക്കണ്. പക്ഷെ സുഹേലിന്റെ ഗോളും വളരെയധികം നന്നായിക്കണ്.
പണിക്ക് പോയിക്കൂടെ എന്റെ പണി നോക്കണേ അവിടെ പോയി മുട്ടായി ഉണ്ടാക്കിയിട്ട്. എന്താ ഉഷാറ്. 2 ഗോളും കൂടെ വീണപ്പോഴേക്കും നമ്മുടെ സുന്ദര കമന്റേറ്റർ നോക്കിയേ. ക്യൂ ആണ്. അതോ വർദ്ധിതാവേശത്തോടെ സുഹൈലിന്റെ നേതൃത്വത്തിൽ റയലിന്റെ അക്കര സുഹൈലിൽ നിന്നും കുഞ്ഞാപ്പ, കുഞ്ഞാപ്പയിൽ നിന്നും സുഹൈൽ, സുഹൈലിൽ നിന്നും ജാസിഫിലേക്ക് പാസുകൾ അങ്ങനെ തുരുതുര കൈമാറുകയാണ്. അതോ സുഹൈലിന്റെ ഷോട്ട്, ഗോൾ പോസ്റ്റിലേക്കുള്ള പാത അത് ദുർഘടമാണ്, സുന്ദരമാണ്, അനുഗ്രഹീതമാണ്. തടുക്കണില്ല. എന്താ കഥ? ഈ കളി ഇങ്ങനെ മുന്നേറിയാൽ ജർമ്മനിയോട് കളിച്ച ബ്രസീലിന്റെ അവസ്ഥയായി പോകുമോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കൂട്ടരെ. എടാ സുന്ദര കുതിരെ, ബ്രസീലിനെ കുറ്റം പറഞ്ഞ ഞാൻ കളി നിർത്തി പോകട്ടോ. പക്ഷെ നമ്മുടെ അജ്മല് പട്ടണ പോലെയൊക്കെ നോക്കിട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ അഹമ്മദ് ഇറങ്ങിയതും അജ്മൽ കാക്ക ഇങ്ങനെ കേറിയതും. കാരണക്കാരൻ അജ്മലാണെങ്കിലും അഹമ്മദ് ഇറങ്ങിയപ്പോഴാണ് ഇവർക്കൊരു ഗോള് വീണതെന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഈ പാറുന്ന പോരാട്ടം കാഴ്ചവെക്കുന്ന തോട്ടിന്റെ അക്കര പ്രീമിയർ ലീഗിന്റെ ഫൈനലിൽ കളിയുടെ ആദ്യ പന്ത് പിന്നിട്ടപ്പോൾ 1-3 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് റയലിന്റെ അക്കരെ. സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് എനിക്ക് തോന്നി തുടങ്ങിയത് അഹമ്മദ് നല്ലവനേക്കാരം. അല്ലെ പടച്ചോൻ ഇങ്ങനെയൊക്കെ സഹായിക്കോ? ഇതാ കണ്ടില്ലേ നിങ്ങള്? എവനാ നോക്കിയാ ഇനി പടച്ചോൻ ശരിക്കും സഹായിക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാ കണ്ടോളി. ആവേശത്തിന്റെ 1000 ആരവങ്ങൾ തീർത്ത ഉദ്യോഗഭരിതമായ 60 മിനിറ്റുകൾക്ക് അന്ത്യം കുറിച്ചപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാടിയ ഇരു ടീമുകളും 3 ഗോളുകൾ വീതം നേടി സമനില പാലിച്ചതിനാൽ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയാണ്. എക്സ്ട്രാ ടൈമിൽ എനിക്ക് ഉറപ്പായി അഹമ്മദ് നല്ലവനാണ്. കാരണം പടച്ചോൻ അവൻ്റെ കൂടെയാണ്. ഇനി ഞാൻ നല്ലൊരു ജിന്നാവണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കണം. ഞാൻ കണ്ടു ഒന്നോ റിപ്ലൈ ചെയ്തല്ലോ. ഓർക്കല്ലേ റീപ്ലേ കാണാൻ പറ്റാത്തുള്ളൂ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് മിനിറ്റ് ആണ്. നമ്മൾ ജയിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സുഹൈൽ ആ പൊക്കുവന്ന്. ആരെങ്കിലും അവനെ പിടിച്ചോളൂ കേട്ടോ. അത് തന്നെ. അല്ലോ അമ്മനെ കുറിച്ച് ഞാൻ കണക്കൂട്ടിയതൊക്കെ തെറ്റാൻ പോവാൻ തോന്നുന്നു. ഇതെന്തായാലും സുഹൈൽ അടിക്കും. അപ്പൊ ശരിക്കും ആരാ നല്ലോ?
ഇപ്പൊ ഞാൻ നല്ലവനായിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കലും പെനാൽറ്റി മിസ്സാക്കാത്ത സൊഹേലിന്റെ പെനാൽറ്റി ഞാൻ മിസ്സാക്കി. അതെന്താണെന്നറിയോ? നല്ലോന്റെ കൂടെ നിൽക്കണവനാണ് നല്ലോൻ. പോയി കിടക്കണിജി. ഞാൻ ചേളാനൂര് പോയതാ. അവിടെ എന്താ പോ? അവിടെ ചന്തയിൽ ഒരു കന്നിനെ നോക്കാനാ. ഹായ്, കന്ന് ഇവിടെ ഇടക്കണ്ടല്ലോ. പ്രത്യേകതരം കന്ന അവിടെ മാത്രമേ ഉള്ളൂ. ഇത് ചേളാരിച്ചന്ത. ഓക്കെ, ഇത് ചേളാരിച്ചന്തയല്ലോ ബാവുക്കാ. മറ്റേ കുട്ടിയുടെ കല്യാണത്തിന്റെ അന്ന് വേണമെന്ന് വെച്ചാ ഞങ്ങൾക്ക് നിക്കാവ് മാത്രം നടത്താൻ കഴിയൂ. അതിന് 3 ദിവസമല്ലേ ഉള്ളൂ. മോശം, വളരെ മോശം ബാവുക്ക. ഈ കുട്ടീനാണോ നിങ്ങൾ പ്രത്യേകിച്ച് അതി കന്നെന്ന് പറഞ്ഞത്? നിങ്ങളൊരു പുരുഷനാണോ? അജു ചെന്ന് കാര്യം പറയും. എന്താ? കോൺഗ്രാറ്റുലേഷൻസ്. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. വലിയടങ്ങേർ അങ്ങനെ ആനന്ദകരമായി പര്യവസാനിച്ചപ്പോൾ വിവാഹിതരായ അഹമ്മദ് ഷാദിയയും അതേ റൂട്ടിലൂടെ പോകുമ്പോഴാണ് അവൻ ആ വലിയ സത്യം മനസ്സിലായത്. ഷാദിയ, അന്നെ ഞാൻ ആദ്യമായിട്ട് എവിടെ വെച്ച് കണ്ടെന്ന് ഓർമ്മയുണ്ടോ? എന്റെ കോളേജ് വെച്ചിട്ട് അല്ല, അതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ടും സംഭവിച്ചിട്ടുണ്ട്. എടാ ദുഷ്ട, അപ്പൊ നീ എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് പ്രേമിച്ചല്ലേ? എവിടുന്ന കണ്ടേ? കഴിഞ്ഞ വർഷം കോഴിക്കോട് ഫിലിം ഫെസ്റ്റിവലില് ഒരു ഡോക്യുമെന്ററി ഫിലിമിന്റെ സ്ക്രീനിങ് എതിർക്കാൻ വന്നവരെ ഗോബാക്ക് പറഞ്ഞു പിടിച്ചില്ലേ, ഈ കസാരയിലൊക്കെ കയറിയിട്ട്. അന്ന് നോട്ട് ചെയ്ത് തന്നെ. എന്താ ഓർമ്മയില്ലേ? എടാ അത് ഹാദിയായിരുന്നു. യു ഇഡിയറ്റ്. രണ്ട് ദിവസത്തെ യാത്രയാണ്. അതിനിടയ്ക്ക് ഈ പ്രശ്നമൊക്കെ അവര് തന്നെ പരിഹരിച്ചോളും. നമ്മളിതിലൊന്നും ഇടപെടാൻ പോകണ്ട. നമ്മളിങ്ങനെ ഇരിക്കാം. കുടു 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 ഇരിക്കാം. കുടു 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 കുടു.